ഇൻവൈറ്റ് ട്യൂഷൻ. അപ്പൊ നിങ്ങൾക്ക് അറിയാലേ എന്താണ്, നമുക്ക് എക്സാമിന്റെ ഡേറ്റ്സ് ഒക്കെ അടുത്ത് കിടന്നു. അപ്പൊ നമുക്ക് ഒട്ടും വൈകിക്കാണ്ട് റിവിഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പൊ റിവിഷൻ ഒക്കെ 90+ ഉഷാറായിട്ട് നടക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാലേ. അപ്പൊ അതിന്റെ കൂടെ എന്താണ്, നമുക്ക് കുറച്ച് ഹിന്ദി അധികം പഠിക്കേണ്ട ആവശ്യമില്ലേ? ഉണ്ട്. കാരണം എന്താണ്, നിങ്ങൾക്ക് ഹിന്ദി കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് മിസ്സിന് അറിയാം. അപ്പൊ അതേപോലെ തന്നെ അതേ ഉഷാറോടെ മിസ്സിന്റെ കൂടെ ഹിന്ദി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ്, ഫുൾ മാർക്സും അതുപോലെ ഫുൾ A+ നേടാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. അപ്പോ നിങ്ങൾക്ക് ഹിന്ദിയിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത് എത്ര മാർക്കിനാണ്? 4 മാർക്കിനാണ് അല്ലെ. 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എല്ലാ തവണയും ഓരോ പാസേജിൽ നിന്നും റിപ്പീറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അതുപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഗ്രാമർ അല്ലെ. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ മിസ് വന്നിരിക്കുന്നത് ഇമ്പോർട്ടന്റ് ഗ്രാമർ പോർഷൻസും അതുപോലെ ഷുവർ ഡിസ്കോഴ്സസും ഡിസ്കസ് ചെയ്യാനായിട്ടാണ്. അപ്പോ 4 മാർക്കിന് വരുന്ന ലെറ്റർ, ഡയറി, പട്കഥ, അതുപോലെ വാർത്താലാപ്, ഇതുപോലുള്ള എല്ലാ ക്വസ്റ്റ്യൻസിന്റെയും ഒരു ഫോർമാറ്റ് അത് നമുക്കിന്ന് നോക്കാം അല്ലെ. ഓക്കെ, നമുക്കിന്ന് ആ ഫോർമാറ്റുകൾ നമുക്കിന്ന് പഠിക്കണം. ഓക്കെ, അതിനാണ് മിസ്സിന് ഇവിടെ വന്നിരിക്കുന്നത്. മിസ്സിന്റെ കൂടെ എല്ലാവരും കട്ടയ്ക്ക് നിന്നോളാം. ഓക്കെ, അപ്പൊ നമുക്ക് ലെറ്റ് സ്റ്റാർട്ട്. ആദ്യം നമുക്ക് ഷുവർ ഡിസ്കോഴ്സസ് നമുക്ക് നോക്കാം അല്ലെ. ഏതൊക്കെയാണ് പഠിക്കേണ്ട കാര്യങ്ങൾ എന്നൊക്കെ മിസ് വഴിയെ പറഞ്ഞു തരാം. ആദ്യം നമുക്ക് ഏതൊക്കെയാണ് ആ പഠിക്കേണ്ട ടോപ്പിക്സ് എന്ന് മിസ് പറഞ്ഞു അല്ലെ. പോസ്റ്റർ ഉണ്ട്, ലെറ്റർ ഉണ്ട്, ഡയറി ഉണ്ട്, പട്കഥയുണ്ട്, പിന്നെ ഏതൊക്കെ പോയംസ് ഉണ്ടോ അതിൽ നിന്നൊക്കെ ചോദിക്കുന്നതാണ് അപ്രിസിയേഷൻ അല്ലെ. കവിത കാ ആശയ ലിഖിയേ, കവിത കാ സാരാംശ് ലിഖിയേ എന്നുള്ള ക്വസ്റ്റ്യൻ എല്ലാ തവണയും നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണല്ലേ. അപ്പൊ നമുക്ക് അതും ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ഗ്രാമർ പോർഷൻസും. ആദ്യം നമുക്ക് ഷുവർ ഡിസ്കോഴ്സസ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. അപ്പൊ ആദ്യം നമുക്ക് പോസ്റ്റർ നോക്കാം അല്ലെ. ഓക്കെ, ഇവിടെ മിസ് ഒരു പോസ്റ്റർ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ പോസ്റ്റർ കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ മനസ്സിലാവുന്നേ? ഇതൊക്കെ ഞങ്ങൾ കണ്ടിട്ടുള്ളതാ മിസ്സേ. ഞങ്ങൾ എല്ലാ എക്സാമിനും ഡേറ്റും ഡേയും അതുപോലെ തന്നെ പ്ലേസും ടൈമും ഒക്കെ കൊടുത്ത് നല്ല മനോഹരമാക്കി മരത്തിന്റെ പടവും അതുപോലെ പ്രകൃതിയുടെ പടവും ഒക്കെ അറ്റാച്ച് ചെയ്ത് ഞങ്ങൾ വരയ്ക്കുന്നതാണ് മിസ്സേ പോസ്റ്റർ. അതുകൊണ്ട് മിസ് ഇതിനെ പറ്റി കൂടുതൽ ഞങ്ങൾക്ക് പറഞ്ഞു തരണ്ട എന്ന് വിചാരിച്ചിരിക്കുന്ന മക്കളാണോ നിങ്ങള്? എങ്കിൽ മിസ് ഒരു കാര്യം പറയാം, ആർക്കും ഒരു അബദ്ധം പറ്റാം അല്ലേ. അതുപോലെ നിങ്ങൾക്കൊരു അബദ്ധം പറ്റിയാൽ ഒറ്റയടിക്ക് 4 മാർക്കാണ് എന്റെ മക്കളെ നഷ്ടപ്പെടാം. അതിന്റെ ആവശ്യമുണ്ടോ? ഇല്ല. ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഏറ്റവും എളുപ്പത്തിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു പോർഷനാണ് പോസ്റ്റർ എന്നുള്ളത്. അപ്പൊ നമുക്ക് ആദ്യം എത്ര ടൈപ്സ് പോസ്റ്റർ ഉണ്ട്, അതുപോലെ അതെങ്ങനെ നമുക്ക് ക്വസ്റ്റ്യൻ വരുമ്പോൾ മനസ്സിലാക്കാം, എങ്ങനെ ആൻസർ ചെയ്യാം, എങ്ങനെയൊക്കെ ആൻസർ ചെയ്താൽ അത് ബെറ്റർ ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും എന്നൊക്കെ നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പൊ ആദ്യം മിസ് കാണിച്ചു തരാം എത്ര ടൈപ്സ് പോസ്റ്റർ ഉണ്ട് എന്നുള്ളത്. അപ്പൊ ഇവിടെ നോക്കോളാം, മിസ് ഇവിടെ എഴുതാം എത്ര ടൈപ്സ് പോസ്റ്റർ ഉണ്ടെന്ന്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കാട്ടോ, എല്ലാവർക്കും എന്താണ് ഹിന്ദി വെറുത്തിരിക്കുന്ന കാര്യമാണല്ലേ. അപ്പൊ ഇനി വെറുതെ ഹിന്ദിയിൽ എഴുതി മിസ് വെറുപ്പിക്കുന്നില്ല. പോസ്റ്റർ 2 ടൈപ്സ് ഉണ്ട്. ഓക്കെ, 2 ടൈപ്സ് പോസ്റ്റർ ഉണ്ട്. അതില് ഫസ്റ്റ് ടൈപ്പ് പോസ്റ്റർ ആണ് സംഗോഷ്ഠി ചലാനി വാലി പോസ്റ്റർ. ഓക്കെ, സംഗോഷ്ഠി ചലാനി വാലി പോസ്റ്റർ. ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ, നെക്സ്റ്റ് ടൈപ്പ് പോസ്റ്റർ ആണ് സന്ദേശാത്മക പോസ്റ്റർ. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും മിസ് ഹിന്ദിയിൽ പറയില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എന്താ മനസ്സിലാവാന്ന് വിചാരിക്കുന്നുണ്ടാവും അല്ലെ. ഒട്ടും വിഷമിക്കേണ്ട. സംഗോഷ്ഠി ചലാനി വാലി പോസ്റ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമില്ല മക്കളെ, സംഗോഷ്ഠി മാനേക്കാ ഹേ ബച്ചോ, സെമിനാർ ആണ്. ഓക്കെ, സെമിനാറിനെയാണ് നമ്മൾ സംഗോഷ്ഠി എന്ന് പറയാം. അപ്പോ നമ്മുടെ സ്കൂളില് ഒരു വിഷയത്തെ പറ്റി, ഇപ്പൊ മാതൃദിവസം ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ചിൽഡ്രൻസ് ഡേ ആയിക്കോട്ടെ, ഹിന്ദി ദിവസം ആയിക്കോട്ടെ, എന്താണെങ്കിലും അതിനെ പറ്റി ഒരു സംഗോഷ്ഠി, ഒരു സെമിനാർ നടക്കാണ്. അപ്പൊ ആ സെമിനാർ നടക്കുമ്പോൾ ഒരു പോസ്റ്റർ വേണം അല്ലെ. എല്ലാരെയും ക്ഷണിച്ചുകൊണ്ട് ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് ഒരു പോസ്റ്റർ വേണ്ട മക്കളെ. അപ്പോ അതിനെയാണ് നമ്മൾ സംഗോഷ്ഠി ചലാനി വാലി പോസ്റ്റർ എന്ന് പറയാം. ഓക്കെ, അപ്പോ സംഗോഷ്ഠി ചലാനി വാലി പോസ്റ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? സെമിനാർ ആണ്. ഓക്കെ, സെമിനാർ ആണ് പറയുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ എഴുതാം അല്ലെ, സെമിനാർ അല്ലെ, സെമിനാർ നടക്കുമ്പോൾ പോസ്റ്റർ.
നെക്സ്റ്റ് അപ്പൊ നിങ്ങൾക്ക് ഊഹിക്കാലോ, സന്ദേശാത്മക് പോസ്റ്റർ അല്ലെ, സന്ദേശം കൊടുക്കുന്ന പോസ്റ്റർ. എന്താണ്? ഇൻഫോർമേറ്റീവ് പോസ്റ്റർ. ഇൻഫോർമേറ്റീവ് പോസ്റ്റർ. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ നിങ്ങൾക്ക് അറിയാം 2 types ഓഫ് പോസ്റ്റർ ഉണ്ട്. സങ്കോഷ്ടി ചലാനി വാലി പോസ്റ്റർ, സന്ദേശാത്മക് പോസ്റ്റർ. ഈ 2 ടൈപ്സ് പോസ്റ്റർ ആണ് ഉള്ളത്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് നമുക്ക് സന്ദേശാത്മക് പോസ്റ്ററും സങ്കോഷ്ടി ചലാനി വാലി പോസ്റ്ററും തമ്മിൽ ഉള്ള ഡിഫറൻസും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഇപ്പോ ഇതാണ് എന്തെന്ന് പറയുന്നത്, സങ്കോഷ്ടി ചലാനി വാലി പോസ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, സങ്കോഷ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ സെമിനാർ ആണെന്ന് മിസ് പറഞ്ഞു. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ വരാണ്, ഹിന്ദി ദിവസ് के विषय पर संगोष्ठी चलाने वाली एक പോസ്റ്റർ തയ്യാർ കീജിയെ. അല്ലെ, സിമ്പിൾ ആണല്ലേ? വന്നപ്പോ സിമ്പിൾ ആണ്, പക്ഷെ എന്താ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിലും സിമ്പിൾ ആണ് കാര്യം. ഓക്കെ, അപ്പൊ ഹിന്ദി ദിവസാണ് നമ്മുടെ ടോപ്പിക്, വിഷയം എന്ന് പറയുന്നത് ഹിന്ദി ദിവസാണ്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് എങ്ങനെ പോസ്റ്റർ എഴുതിയാൽ നല്ല മാർക്സ് മേടിക്കാം, അല്ലെങ്കിൽ എളുപ്പത്തിൽ എങ്ങനെ മാർക്സ് മേടിക്കാം എന്നാണ് മിസ് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു ഹെഡിങ് വേണമല്ലേ. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, മിസ്സേ ഞങ്ങൾക്ക് 5 ചാപ്റ്റേഴ്സ് ഉണ്ട്, 6 ചാപ്റ്റേഴ്സ് ഉണ്ട്, 4 ചാപ്റ്റേഴ്സ് ഉണ്ട് എക്സാമിന്, ഇത്രയൊക്കെ ചാപ്റ്റേഴ്സ് ഉണ്ട്. ഇപ്പൊ ഈ ചാപ്റ്റേഴ്സിനൊക്കെ ക്വസ്റ്റ്യൻ വരുമ്പോ ഏത് ചാപ്റ്ററിൽ നിന്നാ ക്വസ്റ്റ്യൻ വായിച്ചേ, അല്ലെങ്കിൽ ഏത് ചാപ്റ്ററിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വന്നേ എന്നൊക്കെ മനസ്സിലാക്കി ഞങ്ങൾ ഇപ്പൊ എങ്ങനെ എഴുതും മിസ്സേ എന്ന് വിചാരിക്കുന്നവരുണ്ടാവൂലേ. ഒട്ടും വിഷമിക്കണ്ട. ഏത് ചാപ്റ്ററിൽ നിന്ന് എങ്ങനെ ക്വസ്റ്റ്യൻ വന്നാലും, ഏതൊക്കെ ചാപ്റ്ററിൽ നിന്ന് ഏതൊക്കെ വളഞ്ഞ വഴിക്ക് നമുക്ക് പിടിച്ച് ക്വസ്റ്റ്യൻ വന്നാലും നല്ല ഈസി ആയിട്ട് പോസ്റ്റർ എഴുതാനുള്ള മെത്തേഡാണ് മിസ് പറയുന്നത്. മിസ് പറയുന്ന കാര്യം അതേപോലെ ശ്രദ്ധിച്ച് പോസ്റ്റർ പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ സുഖമായിട്ട് ഹിന്ദിക്ക് മാർക്സ് മേടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോ ഫസ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, ഒരു ഹെഡിങ് ഉണ്ടാവണം. ഓക്കെ, ഒരു ഹെഡിങ് ഉണ്ടാവണം. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഏത് ഒരു ചാപ്റ്ററിന്ന് ഒരു പോസ്റ്റർ വന്നാലും അത് ഒരു സെമിനാർ ആയിട്ട് ബന്ധപ്പെട്ട, അല്ലെങ്കിൽ ഈ ടൈപ്പ് സങ്കോഷ്ടി ചലാനി വാലി പോസ്റ്റർ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാ, ഹെഡിങ്ങിന് നിങ്ങൾ സർക്കാരി ഹൈസ്കൂളിന്നോ ഏതെങ്കിലും ഒരു സ്കൂളിന്റെ പേര് നിങ്ങൾ ഹെഡിങ് ആയിട്ട് ചൂസ് ചെയ്യാം. ഓക്കെ അല്ലേ മക്കളെ? പെർഫെക്റ്റ് അല്ലേ? ഏതെങ്കിലും ഒരു സ്കൂളിന്റെ പേര് നിങ്ങൾ ചൂസ് ചെയ്യാം. നെക്സ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാ, നെക്സ്റ്റ് ഇവിടെ മിസ് സങ്കോഷ്ടി എന്ന് കൊടുത്തിട്ടുണ്ടല്ലേ, അത് എന്താണ്? സബ് ഹെഡിങ് ആണ്. ഈ സബ് ഹെഡിങ്ങില് എന്ത് കൊടുക്കാം? നമുക്ക് ടോപ്പിക് കൊടുക്കാം. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, പിന്നെ മിസ് എന്താ ടോപ്പിക് കൊടുക്കാത്ത സങ്കോഷ്ടി എന്ന് എഴുതിയെന്ന്? മിസ് ഈ സ്ലൈഡ് കാണിക്കുന്ന സമയത്ത് ഇവിടെ ടോപ്പിക് ഉണ്ടായിരുന്നോ? ഇല്ലല്ലോ, മിസ് അല്ലേ അത് ആഡ് ചെയ്തത്. അപ്പൊ എന്താണ്, അവിടെ ടോപ്പിക് ഇല്ലാത്തത് കൊണ്ടാണ് മിസ് സങ്കോഷ്ടി എന്ന് എഴുതിയത്. സങ്കോഷ്ടി എന്ന് എഴുതിയാലും തെറ്റാന്നല്ല പറയുന്നത്, എന്നാൽ ഒരു ബെറ്റർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് അവിടെ ടോപ്പിക് ആഡ് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് എഴുതുക? അവിടെ ഒരു ടോപ്പിക് എഴുതാം. ഇപ്പൊ ഇവിടെ നിങ്ങളുടെ ടോപ്പിക് ഹിന്ദി ദിവസ് ആണല്ലേ. അപ്പൊ ഹിന്ദി ദിവസം തന്നെ നിങ്ങൾ ആഡ് ചെയ്തോളാം, ഒരു പ്രശ്നമില്ല. ഓക്കെ, ഇപ്പൊ ഹിന്ദി ദിവസം തന്നെ നിങ്ങൾ ആഡ് ചെയ്തോളാം കേട്ടോ. നെക്സ്റ്റ്, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഒരു ഹെഡിങ് വേണം, ഒരു സബ് ഹെഡിങ് വേണം, ആ സബ് ഹെഡിങ് ടോപ്പിക് ആയിരിക്കണം. ഓക്കെ അല്ലേ? പക്ക ക്ലിയർ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു ചെറിയൊരു ബോക്സ്, ആ വലിയ ബോക്സിനുള്ളിൽ ആഡ് ചെയ്യാം. ഓക്കെ, അതിനകത്ത് നമ്മള് ഡേറ്റ്, ടൈം, പ്ലേസ്, ഈ 3 കാര്യങ്ങൾ നമ്മൾ കൊടുക്കേണ്ടത് അതിലാണ്. ഡേറ്റ്, ടൈം, പ്ലേസ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞു അല്ലെ, ഡേറ്റ്, ടൈം, പ്ലേസ്. പിന്നെ നിങ്ങൾ എന്ത് ശ്രദ്ധിക്കണം, ഈ ഡേറ്റ് കൊടുക്കേണ്ട ഫോർമാറ്റ്, അല്ലെങ്കിൽ ആ ഡേറ്റ് കൊടുക്കേണ്ട ഒരു രീതി എങ്ങനെയാണ്? നമ്മൾ സാധാരണ ഡേറ്റ് എഴുതുമ്പോൾ 10/2/25 എന്ന് എഴുതാറുണ്ടല്ലേ. നമ്മളൊരു ബാർ ഇട്ടിട്ട് എഴുതാറുണ്ട് ഇല്ലേ? ആ ഒരു രീതി നമുക്ക് ഇവിടെ ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, നമ്മൾ ഇവിടെ എങ്ങനെ കൊടുക്കണം? 10th December 2024 ശരി. ഓക്കെ, 10th December 2024 ശനിവാർ എന്ന് തന്നെ കൊടുക്കാം. ഇവിടെ നിങ്ങൾക്ക് ഇതേ ഡേറ്റ് തന്നെ കൊടുക്കാമെന്നാണോ മിസ് പറഞ്ഞേ? അല്ല,
നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡേറ്റ്, ഇഷ്ടമുള്ള മാസം, ഇഷ്ടമുള്ള ഡേ നിങ്ങൾക്ക് കൊടുക്കാം. പക്ഷെ അത് ഏത് ഫോർമാറ്റിലായിരിക്കണം? ഡിസംബർ എന്നത് ഓക്കെ, അത് വേർഡിലായിരിക്കണം, അല്ലാതെ നിങ്ങൾ ഡിജിറ്റിൽ എഴുതരുത്. അതാണ് ഇവിടുത്തെ വ്യത്യാസം, ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ 10th ഡിസംബർന്നോ 10th ജൂലൈന്നോ അല്ലെങ്കിൽ 9th ജൂലൈന്നോ 2025 ശനിവാർ, ശുക്രവാർ, സോമവാർ ഇഷ്ടമുള്ള ഡേറ്റ് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. നെക്സ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സ്ഥാനാണ്. സ്ഥാനം എന്താണ് മക്കളെ? പ്ലേസ് ആണ് അല്ലെ. പ്ലേസ് ഏതാണ്? സ്കൂൾ സഭാഗ്രഹമാണ് അല്ലെ നമ്മുടെ പ്ലേസ്. അപ്പൊ മിസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് സ്കൂൾ സഭാഗ്രഹം എന്ന്. അപ്പം എന്റെ മക്കളുടെ ഉള്ളിൽ ഒരു സംശയം വരുന്നുണ്ടാവും, മിസ് സ്കൂളിലല്ല പരിപാടി നടക്കണേ, ഞങ്ങളുടെ വീടിനടുത്താണ്, ലൈബ്രറിയിലാണ്, പഞ്ചായത്തിലാണ്, അപ്പൊ അങ്ങനെയൊക്കെ ആ പരിപാടി നടക്കണമെങ്കിൽ ഞങ്ങൾ എങ്ങനെയാ മിസ് സ്കൂൾ സഭാഗ്രഹം എന്ന് എഴുതുക എന്നൊരു ഡൗട്ട് തോന്നുന്നുണ്ടാവും അല്ലെ. അങ്ങനെയാണെങ്കിൽ എന്റെ മക്കൾ ഒന്നും സംശയിക്കേണ്ട. ഈ സഭാഗ്രഹ് എന്നാൽ എന്താ മീനിങ്? സഭാഗ്രഹം എന്നാൽ ഓഡിറ്റോറിയം എന്നാണ് അല്ലെ മീനിങ്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ സ്കൂൾ സഭാഗ്രഹം എന്നാണ് മിസ് ഇവിടെ പ്ലേസ് കൊടുത്തേക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് സ്കൂളിലല്ല നടക്കുന്നത്, ലൈബ്രറിയിലാണ്, ഒരു പാർക്കിലാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്തായിക്കോട്ടെ, ഒരു ഓഡിറ്റോറിയത്തിലാണല്ലോ ഒരു പ്രോഗ്രാം നടക്കുക അല്ലെ. ഒരു ഓഡിറ്റോറിയം ഉണ്ടാവുമല്ലോ അതിന്. അപ്പോ നിങ്ങൾ എന്ത് ചെയ്യാം? സഭാഗ്രഹ് എന്ന് മാത്രം എഴുതുക, ഒരൊന്നും ആഡ് ചെയ്യണ്ട, സഭാഗ്രഹമേ എന്ന് മാത്രം ആഡ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ഡേറ്റ്, ടൈം, പ്ലേസ് ഈ മൂന്നും പക്കയായിട്ട് കിട്ടിയല്ലോ. എങ്ങനെ എഴുതണം, എന്തൊക്കെ എഴുതണം, ഏത് രീതിയിൽ എഴുതണം എന്നൊക്കെ എന്റെ മക്കൾക്ക് മനസ്സിലായിണ്ടാവും. ഇനി എന്ത് ചെയ്യാ? ആ ബോക്സ് അങ്ങ് ക്ലോസ് ചെയ്തേക്കാം. ഇനി നമുക്ക് കുഞ്ഞു ബോക്സിന്റെ ആവശ്യമില്ലയോ? ഇല്ല. ഇനി നമുക്ക് വലിയ ബോക്സിലേക്ക് വീണ്ടും കടന്നു വരേണ്ട ആവശ്യമുണ്ട്. അതിൽ എന്ത് ആഡ് ചെയ്യണം? നെക്സ്റ്റ് ഉദ്ഘാടനാണ്. ഉദ്ഘാടനം എന്താണ്? ഉദ്ഘാടനം ചെയ്യുന്ന ആള്, ഓക്കെ, തിരി കൊളുത്തുന്ന ആള്. അപ്പൊ ഉദ്ഘാടൻ ആരാണ്? ഇപ്പോ മിസ് ഇവിടെ കോമൺ ആയിട്ട് ഒരു പോസ്റ്റർ ആണ് ഡിസ്കസ് ചെയ്യുന്നത്, ഒരു കോമൺ പോസ്റ്റർ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോ ഉദ്ഘാടനം ചെയ്യുന്നത് ആരായിരിക്കും? നമുക്ക് ആരെ വേണമെങ്കിലും കൊടുക്കാം അല്ലെ. ഒരു പോലീസ് ഓഫീസറിനെ കൊടുക്കാം, അല്ലെങ്കിൽ ഒരു MLA കൊടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ നാട്ടില് എന്താ പറയാ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ഒരു പേഴ്സണെ നമുക്ക് കൊടുക്കാം. ഇപ്പൊ ഇവിടെ മിസ് കൊടുത്തത് MLA എന്നാണ്. കാരണം എന്താ? നമ്മുടെ പഞ്ചായത്തിൽ ഒരു പരിപാടി നടന്നാലും, സ്കൂളിൽ ഒരു പ്രോഗ്രാം നടന്നാലും, ഏത് പരിപാടിക്കാണെങ്കിലും MLA ചിലപ്പോൾ എത്താറുണ്ടല്ലേ. അപ്പൊ അത് ഉദ്ദേശിച്ചാണ് മിസ് ഇവിടെ MLA എന്ന് കൊടുത്തത്. ഓക്കെ, MLA എന്ന് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. പഠിക്കാനും വലിയ ബുദ്ധിമുട്ടില്ല. ഹിന്ദി എനിക്ക് അറിയില്ല മിസ്സേ എന്നൊക്കെ പറയുന്ന മക്കളുണ്ടെങ്കിൽ എന്താണ്, സുഖമായിട്ട് MLA എന്ന് എഴുതാനായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അപ്പൊ MLA എന്ന് നിങ്ങൾ ആഡ് ചെയ്യാം. ഇവിടെ മിസ് ഒരു ഗമയ്ക്ക് ഒരു പവറിന് MLA ഹംസ എന്നൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഹംസവും അതുപോലെ തന്നെ എന്താ പറയാ ഹംസ ഒന്നും ആവേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പേര് കൊടുക്കുക, അല്ലെങ്കിൽ MLA എന്ന് മാത്രം നിങ്ങൾ കൊടുക്കാം. നെക്സ്റ്റ് മെഹ്മാനാണ്. ഓക്കെ, മെഹ്മാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗസ്റ്റ് ആണ്. ഗസ്റ്റ്, ഓക്കെ, ഗസ്റ്റ് ആണ്. ഗസ്റ്റ് ആരാണെന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളുടെ ചോയ്സ് ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഹെഡ് മാസ്റ്റർ, പ്രിൻസിപ്പള്, അതുപോലെ HOD, അല്ലെങ്കിൽ സിനിമാ നടി ആര് വേണമെങ്കിലും നിങ്ങൾക്ക് ഗസ്റ്റ് ആയിട്ട് തീരുമാനിക്കാം. അപ്പൊ വേണമെങ്കിൽ എന്താ, നമ്മുടെ ഈ MLA തന്നെ നമുക്ക് ഗസ്റ്റ് ആയിട്ട് തീരുമാനിക്കാം. മിസ് ഇവിടെ ദുൽഖർ സൽമാനൊക്കെ ഒരു പ്രശസ്തനായ വ്യക്തി ആയതുകൊണ്ടും ഒരു ദുൽഖർ സൽമാൻ ഫാൻ ആയതുകൊണ്ടും മിസ് ഒരു ദുൽഖർ സൽമാൻ നിങ്ങൾക്ക് കൊടുത്തു. നിങ്ങൾക്ക് വേണമെങ്കിൽ പൃഥ്വിരാജിനോ മമ്മൂട്ടിന്നോ മോഹൻലാലിനോ എന്താച്ചാ കൊടുക്കാം, യാതൊരു ബുദ്ധിമുട്ടും മിസ്സിനില്ല. അപ്പൊ ഒരു ഗസ്റ്റ് ആയിട്ട് അവിടെ ആരെങ്കിലും ഒരു ഗസ്റ്റ് റോളിൽ വേണം. ഓക്കെ, ആ ഗസ്റ്റ് ആരാച്ചാ നിങ്ങൾ ഇഷ്ടമുള്ള പേര് കൊടുക്കാം, അതവിടെ കൊടുത്തേക്കാം. നെക്സ്റ്റ് മിസ് ഇവിടെ കൊടുത്തേക്കുന്നത് അവതരൺ പ്രസ്തുതിയാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും എന്താപ്പത് അവതരൺ പ്രസ്തുതി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് വിചാരിക്കുന്നുണ്ടാവും. അവതരൺ പ്രസ്തുതി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ഈ പരിപാടി ആരാ നടത്തുന്നതെന്ന് വേണ്ടേ മക്കളെ? ആരാണ് ഈ സെമിനാർ നടത്തുന്നേ, ആരാണ് ഈ പരിപാടി ഹോസ്റ്റ് ചെയ്യുന്നേ എന്ന് വേണ്ടേ? അതാണ് 8वीं कक्षा के छात्र. 8ാം ക്ലാസ്സിലെ മക്കൾ, 8ാം ക്ലാസ്സിലെ കുട്ടികൾ എന്നാണ് മിസ് കൊടുത്തേ. നിങ്ങൾ ഏത് ക്ലാസ്സിലാണോ നിങ്ങൾ പഠിക്കുന്നത് ആ ക്ലാസ്സിന്റെ പേര് നിങ്ങൾക്ക് കൊടുക്കാം. ഇനിയിപ്പൊ എന്റെ ക്ലാസ് എനിക്ക് പറയാൻ ആഗ്രഹമില്ല ടീച്ചറെ എന്നാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്ലാസ് നിങ്ങൾക്ക് കൊടുക്കാം. ആ ക്ലാസ്സിലെ കുട്ടികളായിരിക്കും ആ പരിപാടി നടത്തുന്നത്. ഇത്രയൊക്കെ പരിപാടി നടത്തി, ഇത്രയൊക്കെ സമയവും ഡേറ്റും ഒക്കെ ഫിക്സ് ചെയ്ത എല്ലാ സംഭവവും നടത്തിയിട്ട് ഗസ്റ്റിനെ വിളിച്ചില്ലെങ്കിൽ ആര് ചായയും പരിപ്പോടെ തിന്നുന്ന മക്കളെ? അപ്പോ നമുക്ക് ആരെ വേണം? ഗസ്റ്റ് വേണം. അത് ഗസ്റ്റിനെ മാത്രം വിളിച്ചാൽ ഗസ്റ്റിന് മാത്രം ചായയും പരിപ്പോടെ കൊടുത്താൽ മോശമായി പോവില്ലേ? നമുക്ക് ആര് വേണം? ഓഡിയൻസ് വേണല്ലേ? ആ പ്രസംഗം കേൾക്കാൻ, ആ ഗസ്റ്റിന്റെ പ്രസംഗം കേൾക്കാനൊക്കെ നമുക്ക് ഓഡിയൻസിന് വേണം. അപ്പോ ആ ഓഡിയൻസ് വരണമെങ്കിൽ നമ്മളവരെ ഇൻവൈറ്റ് ചെയ്യണ്ടേ?
നമ്മളവരെ സ്വാഗതം ചെയ്യുന്നുണ്ടേ. അപ്പോ എന്താണ് സബ്കോ സ്വാഗത്, സബ്കോ ഹാർദിക് സ്വാഗത്. എന്താ വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടം പോലെ കൊടുക്കാം. സബ്കാ സ്വാഗതനോ എന്തോ നിങ്ങളുടെ ഇഷ്ടം, അത് മറ്റുള്ളവരെ നല്ല രീതിയിൽ ഇൻവൈറ്റ് ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റും. ഇത്രയും എഴുതിയാൽ മതി. ഇത്രയും എഴുതിയാൽ നിങ്ങൾക്ക് സുഖമായിട്ട് പോസ്റ്ററിന് 4 മാർക്ക് ഇങ്ങ് മേടിക്കാൻ മക്കളെ. ഇങ്ങ് പോന്നോളൂ ആ മാർക്ക്, യാതൊരു ബുദ്ധിമുട്ടും അതിനുണ്ടാവില്ല. അപ്പൊ ഈ 4 മാർക്ക് സുഖമായിട്ട് മേടിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാ, ഈ സ്റ്റെപ്പ് ഫോളോ ചെയ്യാ, ഇതേപോലെ പഠിക്കുക. ഈ ഒറ്റ പോസ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ എന്താണ്, ഏത് ചാപ്റ്ററിൽ നിന്ന് ഏത് ടൈപ്പ് പോസ്റ്റർ വന്നാലും എന്റെ മക്കൾക്ക് എഴുതാൻ പറ്റും. അത് മിസ് തരുന്ന കോൺഫിഡന്റ് ആണ്, ഉറപ്പാണ്. ഇതേ രീതിയിൽ നിങ്ങൾ പോസ്റ്റർ പഠിക്കുക. ഇപ്പൊ ആലോചിക്കുന്നുണ്ടാവും, ഒരു പോസ്റ്റർ അല്ലേ മിസ്സേ കഴിഞ്ഞോളൂ, ഒന്നോടെ ഇല്ലേ? ഒന്നോടെ ഉണ്ടല്ലേ, സന്ദേശാത്മക് പോസ്റ്റർ, ഇൻഫോർമേറ്റീവ് പോസ്റ്റർ കൂടി നമുക്ക് നോക്കാനുണ്ട്. ഇവിടെ നോക്കിയോ മക്കളെ, പ്രകൃതി സംരക്ഷൺ കാ സന്ദേശ് ദേത്തെ ഹുയെ പോസ്റ്റർ തയ്യാർ കരെ അല്ലെ. ഇവിടെ എന്താ വിഷയം, പ്രകൃതി സംരക്ഷണാണ് നിങ്ങളുടെ വിഷയം. അതില് പോസ്റ്റർ തയ്യാറാക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ഇതെന്താണ്, ഇപ്പൊ നിങ്ങൾ സ്കൂളിലൊക്കെ ആണെങ്കിൽ നമ്മൾ കൈയൊക്കെ കഴുകുന്ന ഏരിയയില്, വാഷ് ഏരിയയില് ജലം പാഴാക്കരുത്, വെള്ളം അമൂല്യമാണ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും. എന്തിനാ അത് എഴുതി വെക്കുന്നേ? എന്തെങ്കിലും പരിപാടി നടത്താനാണോ, സെമിനാർ നടത്താനാണോ? അല്ലല്ലോ. എന്തിനാ എഴുതി വെക്കുന്നത്? യെസ്, നിങ്ങൾക്ക് അത് ഒരു ഇൻഫോർമേഷൻ ആണല്ലേ, അല്ലെ? നിങ്ങൾക്ക് ആ ഒരു കാര്യത്തെ പറ്റി ഒരു എന്താ പറയാ, ആ ഒരു കാര്യത്തെ പറ്റി ഒരു അവബോധം നൽകാനാണ്. അവബോധം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി മലയാളീകരിച്ചു എന്ന് പറയും നിങ്ങൾ. അപ്പൊ അതുകൊണ്ട് അതേപറ്റി ഒരു വിവരം കൊടുക്കാൻ, അതിനു വേണ്ടിയാണ് അത് അവിടെ ഒട്ടിച്ചു വെക്കുന്നത്. അപ്പൊ അത്രേ ഉള്ളൂ. പ്രകൃതിയെ സംരക്ഷിക്കുക, ആ ഒരു ടോപ്പിക്ക് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി, അത് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു പോസ്റ്ററിനെയാണ് എന്തെന്ന് പറയുന്നത്, ഇൻഫോർമേറ്റീവ് പോസ്റ്റർ അഥവാ സന്ദേശാത്മക പോസ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ മക്കളെ? യെസ്, ഓക്കെ. അപ്പൊ എന്താണ് നെക്സ്റ്റ്, എങ്ങനെ ഇത് എഴുതാം? എങ്ങനെയാ മിസ് ഇത് എഴുതണ്ടേ? ഉള്ളിലുണ്ടാവും, മൈൻഡ് പുറത്തേക്ക് വരണല്ലോ. നെക്സ്റ്റ് നോക്കിക്കോ, പ്രകൃതി കാ രക്ഷ ദുനിയാ കി സുരക്ഷ. ഇവിടെയും നമുക്ക് എന്ത് വേണം, ഒരു ഹെഡിങ് വേണം. പ്രകൃതിക്ക് രക്ഷ ദുനിയാ കി സുരക്ഷ. പ്രകൃതിയുടെ രക്ഷയാണ്, അല്ലെങ്കിൽ പ്രകൃതിയെ സംരക്ഷിക്കുമ്പോഴാണ് നമ്മൾ ലോകത്തെ തന്നെ സംരക്ഷിച്ചു എന്ന് പറയാൻ പറ്റുക. അപ്പൊ പ്രകൃതിക്കാ രക്ഷ ദുനിയാ കി സുരക്ഷ, അതൊരു എന്താണ്, അതൊരു ഹെഡിങ് ആയിട്ട് നമുക്ക് എടുക്കാം. ഏത് ഹെഡിങ് വേണമെങ്കിലും, ഏത് ടൈപ്പ് ഹെഡിങ് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. നിങ്ങളുടെ ഇഷ്ടമാണ് അത്. ഓക്കെ, നിങ്ങളുടെ കുഞ്ഞു മക്കളുടെ കുഞ്ഞു തലയില്, കുഞ്ഞു ബുദ്ധിയില് ഒരുപാട് ഐഡിയാസ് വിടരുന്നുണ്ടാവും. ആ ഐഡിയാസ് ഒക്കെ നിങ്ങൾ ഇവിടെ സൃഷ്ടിച്ചോളൂ. നിങ്ങൾക്ക് അതിനുള്ള എന്താ പറയാ, അതിനുള്ള പ്ലാറ്റ്ഫോം ഇവിടെ ഉണ്ട്. ओके नेक्स्ट प्रकृति सबकी मांग है प्रकृति का मत करो शोषण प्रकृति का खूब करो सम्मान അങ്ങനെ പ്രകൃതി അമ്മയാണ് പ്രകൃതി വരദാനമാണ് പ്രകൃതിയെ സംരക്ഷിക്കുക ഇങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എഴുതാം ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക അതിനു വേണ്ടി മിസ് അടുത്ത ടൈപ്പ് പോസ്റ്റർ കൂടെ കാണിച്ചു തരാം സ്റ്റെപ്പ് ആയിട്ട് ഒരേ നിരയിൽ നിങ്ങൾ എഴുതാതിരിക്കുക അതിനെ നമ്മൾ എന്ത് പറയും ടിപ്പണി എന്ന് പറയും ഓക്കെ അപ്പൊ അത് ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക സ്റ്റെപ്പ് ആയിട്ട് ഒരേ ലെവലിൽ നിങ്ങൾ എഴുതാതിരിക്കുക മറ്റേ പോസ്റ്ററിൽ നിങ്ങൾ അതായത് ഡേറ്റ് ടൈം സങ്കോഷ്ടി ചലാനി വാലി പോസ്റ്ററിൽ ഒരുപാട് ഡെക്കറേഷൻ ചെയ്ത് നിങ്ങൾ കുളം ചളമാക്കരുത് ഓക്കെ ഇതിനകത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ഡെക്കറേഷൻ ഒക്കെ ചെയ്ത് കുറച്ച് ആർഭാടമാക്കാം തെറ്റില്ല ഓക്കെ ഇതാണ് മിസ് നെക്സ്റ്റ് എക്സാമ്പിൾ ആയിട്ട് കൊണ്ടുവന്നേ ഇത് ജൽ സംരക്ഷൺ के आधार पर संदेश चलाने हुए पोस्टर ആണ് जल जीवन का आधार है जल नहीं तो कल नहीं तो हम नहीं ഇതൊക്കെ നിങ്ങൾക്ക് അറിയാലോ എന്താണ് വെള്ളമില്ലെങ്കിൽ നാളെ ഇല്ലെങ്കിൽ നമ്മളില്ല ജൽ സംരക്ഷൺ हमारा दायित्व ही नहीं कर्तव्य भी है ഇതൊക്കെ എന്താണ് ജൽ സംരക്ഷൺ ഉത്തരവാദിത്വം മാത്രമല്ല അല്ലെ ദായിത്വമാനെ ക്യാ ഹെ ഉത്തരവാദിത്വം ഉത്തരദായിത്വം മാത്രമല്ല പകരം എന്താണ് ഒരു കർത്തവ്യം കൂടിയാണ് നമ്മുടെ അപ്പൊ ഇതൊക്കെ എന്താണ് സന്ദേശാത്മക പോസ്റ്റർ ആണ് മറ്റേ പോസ്റ്ററിൽ നിന്ന് ഇതിൽ എന്താണ് വ്യത്യാസം ഇതിനെന്താണ് വ്യത്യാസം അത് ഒരു ബോക്സും ഇല്ലാണ്ടാണ് എഴുതിയേക്കുന്നത് ഇതെന്താണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബോക്സിലാണ് എഴുതിയേക്കുന്നത് രണ്ടും തമ്മിൽ വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ രണ്ട് രീതിയിലും നല്ല കളർഫുൾ ആയിട്ട് എഴുതാനായിട്ട് പറ്റും പോസ്റ്റേഴ്സ് അപ്പോൾ നിങ്ങൾ ഇത് രണ്ട് ശ്രദ്ധിക്കുക ഇപ്പൊ നമ്മൾ പോസ്റ്റർ നമ്മൾ കംപ്ലീറ്റ് പഠിച്ചു രണ്ട് ടൈപ്പ് പോസ്റ്റർ ഉണ്ട് സങ്കോഷ്ടി ചലാനി വാലി പോസ്റ്ററും സന്ദേശാത്മക പോസ്റ്ററും അതുപോലെ സെമിനാർ നടക്കുമ്പോൾ തയ്യാറാക്കേണ്ടതും ഇൻഫോർമേറ്റീവ് പോസ്റ്ററും സെമിനാർ നടക്കുമ്പോൾ തയ്യാറാക്കേണ്ടതാണെങ്കിൽ അതിനകത്ത് എന്തൊക്കെ വേണം ഹെഡിങ് സബ് ഹെഡിങ് ഡേറ്റ് ടൈം അതുപോലെ പ്ലേസ് ഉദ്ഘാടകൻ ഇനാഗ്രേഷൻ ചെയ്യുന്ന ആള് ഗസ്റ്റ് മെഹ്മാൻ
അതുപോലെ അവതരൺ പ്രസ്തുതി, സബ്കാ ഹാർദിക് സ്വാഗത്, ഇത്രയും കാര്യങ്ങൾ വേണം. പിന്നെ ഒരു കാര്യം മിസ് പറയുകയാണെങ്കിൽ, ഇനിയിപ്പോ നമ്മൾ പഠിക്കാൻ പോകുന്ന ലെറ്റർ, ഡയറി ഇതുപോലുള്ള കാര്യങ്ങളാണല്ലോ. അതിനു മുന്നേ മിസ് പറയാം, നമ്മളിപ്പോ ഈ 4 മാർക്ക് ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുമ്പോൾ, പ്രത്യേകിച്ചും പോസ്റ്റർ, ലെറ്റർ, ഡയറി അതുപോലെയുള്ള കാര്യങ്ങൾ നിങ്ങൾ അറ്റൻഡ് ചെയ്യുമ്പോൾ, പട്കഥ ഇതുപോലുള്ള കാര്യങ്ങൾ നിങ്ങൾ ആൻസർ ചെയ്യുമ്പോൾ ഒരു ഫ്രഷ് പേജിൽ തുടങ്ങാം. ഓക്കെ, ഒരു ഫ്രഷ് പേജിൽ നല്ല വൃത്തിയിൽ ബോക്സ് ഒക്കെ വരച്ചിട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം. അല്ല ചിലപ്പോൾ ചിലരുണ്ടാവും എന്താ ഭയങ്കര പിശുക്കന്മാരും പിശുക്കുകളായിരിക്കും. ഏറ്റവും അടിയിൽ കുറച്ച് സ്ഥലം ഉണ്ടെങ്കിൽ ഞങ്ങൾ അവിടെ എഴുതിക്കോളാം മിസ്സേ, ഞങ്ങൾ അവിടെ എഴുതി എന്താ ബാക്കി സ്ഥലം ഉണ്ടെങ്കിൽ അപ്പുറത്ത് എഴുതാം എന്ന് പറയും. പക്ഷെ അതൊരു ശരിക്കും പറഞ്ഞൊരു നിങ്ങളുടെ മൈൻഡിലൊക്കെ പറഞ്ഞ ഒരു ബാഡ് വൈബാണ്. അപ്പൊ ആ വൈബ് നിങ്ങളുടെ ടീച്ചേഴ്സിനെ നോക്കുന്ന ടീച്ചേഴ്സിന് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പൊ നിങ്ങൾക്ക് എന്താ, നിങ്ങൾക്ക് ഒരു നഷ്ടമില്ല, അവര് തരുന്ന പേപ്പറാണ്, നിങ്ങൾ ലാവിഷ്യമായിട്ട് ചെലവായിക്കോളാം. അപ്പൊ എന്ത് ചെയ്യാ, നിങ്ങള് ആ പേപ്പർ എടുക്കുമ്പോൾ അല്ലെങ്കിൽ എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കുക. എന്താണ് ശ്രദ്ധിക്കേണ്ടത്? ഒരു ഫ്രഷ് പേജ് എടുത്ത് നല്ല രീതിയിൽ ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഏതൊക്കെ? ലെറ്റർ, ഡയറി, പോസ്റ്റർ ഒക്കെ. അപ്പോ അതിനൊരു അട്രാക്ഷൻ കൂടും. ഓക്കെ, ഈ അടിയിലൊക്കെ എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കാണ്ട് പോകും, ചിലപ്പോൾ അത് അത്രമാത്രം ശ്രദ്ധ കിട്ടാണ്ട് പോകും. പക്ഷെ ഒരു ഫ്രഷ് പേജിൽ നിങ്ങൾ ഒരു കാര്യം, ഒരു പോസ്റ്റർ ഒക്കെ നോക്കുമ്പോൾ എന്താ നല്ല ഭംഗിയോടെ അത് അതിൻ്റെതായിട്ടുള്ള നിങ്ങൾ ആ കൊടുത്തിരിക്കുന്ന ആ ഒരു എന്താ പറയാ എഫേർട്ട് ഉണ്ടല്ലോ ആ പേപ്പറിൽ എടുത്തിരിക്കുന്നത്, അത് അതുപോലെ തന്നെ ടീച്ചേഴ്സിന് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഡയറി ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഡയറി എഴുതുന്ന സമയത്ത് എന്താണ് ശ്രദ്ധിക്കേണ്ടത്? ഡേറ്റും ഡേയും നിർബന്ധമായും കൊടുക്കാം. ഡേറ്റും ഡേയും വേണം. ഇഷ്ടമുള്ള ഡേ കൊടുക്കാം, ഇഷ്ടമുള്ള ഡേറ്റ് കൊടുക്കാം, നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷെ എന്താണ്, ബാർ ഇട്ട് എഴുതാതിരിക്കാം. 4th January 2025 ഗുരുവാർ, സോമവാർ, ശനിവാർ, ഇഷ്ടമുള്ള ഡേ നിങ്ങൾക്ക് കൊടുക്കാം. പിന്നെ ഇത് നിങ്ങളുടെ ഡയറി ആണ് മക്കളെ, നിങ്ങൾ എഴുതുന്ന ഡയറി ആണ്. അത് ആരും ക്വസ്റ്റ്യൻ ചെയ്യാൻ വരില്ല. അതിനകത്ത് ഡേറ്റും ഡേയും എഴുതിയാൽ മതി. ടൈം എഴുതാം, ഡയറിക്ക് വേണമെങ്കിൽ ഒരു ഹെഡിങ് കൊടുക്കാം, മനോഹരാക്കാം, പാരഗ്രാഫ് തിരിച്ചെഴുതാം, തിരിക്കാതെ എഴുതാം. ഇതെല്ലാം എൻ്റെ മക്കളുടെ ചോയ്സ് ആണ്. അതുകൊണ്ട് നല്ല മനോഹരമായിട്ട് എന്ത് ചെയ്യാ, ബോക്സ് ഒക്കെ വരച്ച് ഡയറി എഴുതുക. ഡയറി എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം നോക്കിക്കോ. ഡയറി എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം മക്കളെ? आज का दिन मेरे लिए बहुत खुशी का दिन था. എന്താണ്, ഇന്നത്തെ ദിവസം എന്നെ സംബന്ധിച്ച് വളരെ സന്തോഷമുള്ള ദിവസമാണ്. അപ്പൊ സങ്കടമുള്ള ദിവസമാണെങ്കിൽ എന്ത് എഴുതണം? ദുഃഖി കാ ദിൻ ഥാ അല്ലേ? അപ്പോ ഇത് രണ്ടും അല്ലാത്ത ദിവസമാണെങ്കിലോ അവിസ്മരണീയ അല്ലേ? അവിസ്മരണീയ ദിൻ ഥാ. ഓക്കെ, ഇസ് ദിൻ മുझे कभी भूल नहीं सकता. ഈ ദിവസം എനിക്ക് മറക്കാനേ സാധിക്കില്ല. मेरे जीवन में इतनी खुशी पहले कभी नहीं हुआ है. എന്താണ്, എന്റെ ജീവിതത്തിൽ ഇത്രയും സന്തോഷം എന്റെ ജീവിതത്തിൽ മുന്നെങ്ങും ഉണ്ടായിട്ടേ ഇല്ല. അപ്പൊ എന്താണ്, ഈ ജീവിതത്തില് ഇത്രയും നല്ല ദിവസം എന്റെ ജീവിതത്തിൽ ഉണ്ടായില്ല എന്നൊക്കെ നമ്മൾ ചിലപ്പോൾ പറയാറില്ല കൂട്ടുകാരോട്. എന്താ സ്പെഷ്യൽ ആയിട്ടൊരു ദിവസമൊക്കെ വരുമ്പോ എന്താണ്, ഇതാണ് എന്റെ ജീവിതത്തിലെ നിറഞ്ഞ ദിവസം അല്ലെങ്കിൽ മനോഹരമായ ദിവസം എന്നൊക്കെ എന്റെ മക്കൾ പറയാറില്ലേ? അതുപോലെ തന്നെ നമ്മുടെ ഡയറി തുടങ്ങുമ്പോഴും ഇതുപോലെ ശ്രദ്ധിക്കാം. അപ്പൊ എന്താണ്, ഇന്നത്തെ ദിവസത്തെ പറ്റി എഴുതുക. ആ ദിവസം നിങ്ങൾക്ക് മറക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് എഴുതുക. അതുപോലെ ജീവിതത്തിലെ സന്തോഷമാണോ, സങ്കടപ്പെട്ട ദിവസമാണോ, അതുപോലെ ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉള്ള ദിവസമാണോ എന്നൊക്കെ നിങ്ങൾ ആഡ് ചെയ്യാം. അതിനുശേഷം ഈ ബ്ലാങ്ക് എന്താണ് ഈ കുത്ത് അതെന്താന്ന് ആലോചിക്കുന്നുണ്ടാവില്ലേ? അപ്പൊ മിസ് പറയാം എന്താണത്. എന്താണോ നിങ്ങളുടെ ടോപ്പിക്, എന്താണോ നിങ്ങളുടെ ക്വസ്റ്റ്യൻ, നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. ആരുടെ ഡയറിയാണ്, ഏത് സന്ദർഭത്തിൽ എഴുതുന്ന ഡയറിയാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ 10th സ്റ്റാൻഡേർഡില് ഒരു ഖിഡ്കി എന്ന ചാപ്റ്റർ പഠിക്കാനുണ്ട്. അപ്പൊ ഖിഡ്കിയില് നമ്മുടെ പതി അല്ലെ, പതിയുടെ ഡയറി ചോദിക്കാറുണ്ട്. അപ്പോ അതെന്താണ് സംഭവം? അത് ആ പതി തന്റെ അച്ഛനെ പറ്റി ഓർത്തുകൊണ്ട് ഒരു ഡയറി എഴുതുന്നതാണ്. അപ്പൊ ഇതിപ്പോ എന്താണ് 10th കുട്ടികൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. അപ്പൊ അങ്ങനെ ഒരു ഡയറിയാണ് ചോദിക്കുന്നതെങ്കിൽ എന്താണ്, आज का दिन मेरे लिए दुखी का दिन था और अविस्मरणीय दिन था. इसका दिन मुझे कभी बोल नहीं सकता. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപോലെ നിങ്ങളുടെ ഫീൽ വെച്ചിട്ട് നിങ്ങൾക്ക് എഴുതാനായിട്ട് സാധിക്കും. അങ്ങനെ അപ്പോ ആ ഡയറിയാണ് ചോദിക്കണമെങ്കിൽ അവിടെ എന്താണ്, ആ പതിയുടെ കാര്യങ്ങളും അതുപോലെ ആ ചാപ്റ്ററിന്റെ ഒരു എന്താ പറയാ കഥാംശമാണ് നിങ്ങൾ എഴുതേണ്ടത്. അതുപോലെ ഓരോ ചാപ്റ്ററിൽ നിന്നും ഡയറി ചോദിക്കുമ്പോൾ അത് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവുമല്ലോ. എന്താണ് കഥ എന്ന് മലയാളത്തിലെങ്കിലും ഉണ്ടാവുമല്ലോ.
അത് നിങ്ങൾ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ ഒക്കെ വായിച്ച് നല്ല ഭംഗിയായിട്ട് കുറച്ച് സെന്റൻസ് അവിടെ എഴുതി വെക്കുക. ലാസ്റ്റ് എന്താ എഴുതുക, മിസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ആജ് കാ ദിൻ കഭി നഹീ ഭൂലൂങ്ക, ഇന്നത്തെ ദിവസം മറക്കാനേ സാധിക്കില്ല എന്ന് എഴുതുക. ഇപ്പൊ അത് കിട്ടിയില്ല വെച്ചാ മേളിൽ എഴുതിയിരിക്കുന്ന ഏതെങ്കിലും ഒരു സെന്റൻസ് താഴേക്ക് എഴുതുക. ഇതിനൊന്നും ഒരു പ്രശ്നമില്ല. കാരണം എന്താണ്, ഇത് നിങ്ങളുടെ ഡയറിയാണ്, എൻ്റെ മക്കളുടെ ഡയറിയാണ്. അപ്പോ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നത് എങ്ങനെ എഴുതണ്ടേന്ന്. പക്കയല്ലേ മക്കളെ? ഓക്കെ അല്ലേ? ഡയറി എഴുതുമ്പോ ഡേറ്റ് വേണം, ഡേ വേണം. ഡേറ്റ് ബാറിട്ട് എഴുതാതിരിക്കാൻ ശ്രമിക്കുക. വേണമെങ്കിൽ ടൈം കൊടുക്കാം, 9 PM എന്ന് കൊടുക്കാം, 9 PM എന്ന് കൊടുക്കാം, 10 PM എന്ന് കൊടുക്കാം. എന്താ വെച്ചാൽ നിങ്ങളുടെ ടൈം കൊടുക്കാം. വേണമെങ്കിൽ മേരി ഡയറി എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ഹെഡിങ് ഇവിടെ കൊടുക്കാം. ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്ക് ഡയറി എഴുതാം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നാൽ മതി. നെക്സ്റ്റ് നമുക്ക് എങ്ങനെ ഒരു ലെറ്റർ എഴുതാം. ലെറ്ററിന്റെ ഫോർമാറ്റ് വേണ്ട മക്കളെ? എന്തായാലും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണല്ലേ ലെറ്റർ എഴുതാന്നുള്ളത്. ലെറ്റർ എങ്ങനെ എഴുതാം നമുക്ക് നോക്കാം. ലെറ്റർ എഴുതുമ്പോൾ ആദ്യം എന്ത് വേണം, റൈറ്റ് സൈഡില് മേളിലായിട്ട് പ്ലേസും ഡേറ്റും വേണം. സ്ഥാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് മക്കളെ? പ്ലേസ് ആണ്. സ്ഥാൻ എന്താണ്? പ്ലേസ് ആണ്. താരിഖ് എന്താണ്? ഡേറ്റ് ആണ്. ഓക്കെ, അപ്പോ പ്ലേസും ഡേറ്റും നമുക്ക് കിട്ടിയേ പറ്റുള്ളൂ. അതുപോലെ ലെഫ്റ്റ് സൈഡില് അഭിസംബോധന ചെയ്യാൻ, നിങ്ങൾ മലയാളത്തിൽ കത്തൊക്കെ എഴുതാറില്ലേ, ലവ് ലെറ്റേഴ്സ് ഒക്കെ എഴുതാറില്ലേ, അപ്പൊ അതിലൊക്കെ എന്താ എഴുതാറ്, അഡ്രസ് ഒക്കെ വെക്കാറില്ലേ? സെയിം ആ സാധനം, പക്ഷെ കുറച്ച് വ്യത്യാസമൊക്കെ വരുത്തണം. ഓക്കെ, എന്താണ് ഒരു എന്താ പറയാ, കേൾക്കുമ്പോ മക്കൾക്ക് നാൺ വന്നോ, എന്നാലും കുഴപ്പമില്ല, അതാ നോക്കോളൂ. എന്താണ്, നമുക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് അഭിസംബോധന ചെയ്യണം. പ്രിയ സഹേലി ഓർ പ്രിയ മിത്ര. ഇപ്പൊ നിങ്ങൾക്കൊരു പെൺകുട്ടിക്കാണ് കത്തെഴുതുന്നെങ്കിൽ എന്താണ്, ആ സഹേലി എന്ന് ചേർക്കാം. ഇനിയിപ്പം പെൺകുട്ടിക്കാണെങ്കിലും ആൺകുട്ടിക്കാണെങ്കിലും രണ്ടു പേർക്കാണെങ്കിലും നിങ്ങൾ മിത്ര എന്ന് ചേർത്താൽ അവിടെ യാതൊരു പ്രശ്നവും ഇല്ല. ഓക്കെ, അപ്പൊ പ്രിയ സഹേലി ഓർ പ്രിയ മിത്ര എന്ന് നിങ്ങൾക്ക് കൊടുക്കാം. നെക്സ്റ്റ് എന്ത് ചോദിക്കും, നിങ്ങൾക്ക് സുഖാണെന്നൊക്കെ ചോദിക്കാം അല്ലെ. അതിനു മുന്നേ ലെറ്ററിന് നിർബന്ധമായും 3 പാരഗ്രാഫിൽ നിങ്ങൾ എഴുതാൻ ശ്രമിക്കുക. ഫസ്റ്റ് പാരഗ്രാഫ് ഇൻട്രൊഡക്ഷൻ, സെക്കൻഡ് പാരഗ്രാഫ് എന്താണോ നിങ്ങളുടെ ടോപ്പിക് അല്ലെങ്കിൽ എന്താണോ നിങ്ങളുടെ ക്വസ്റ്റ്യൻ അതിന്റെ ആൻസർ ആയിട്ട് എഴുതുക. തേർഡ് പാരഗ്രാഫ് എന്താണ് മക്കളെ, കൺക്ലൂഷൻ. ഇത്രയും കാര്യങ്ങൾ വെച്ച് 3 പാരഗ്രാഫ് ആയിട്ട് വേണം നിങ്ങൾ ലെറ്റർ എഴുതാനായിട്ട്. ഓക്കെ, നെക്സ്റ്റ് ഫസ്റ്റ് പാരഗ്രാഫ് എന്തായിരിക്കണം? മിസ് പറഞ്ഞു ഇൻട്രൊഡക്ഷൻ ആണ്. എങ്ങനെ എഴുതാം? നിനക്ക് സുഖല്ലേ, വീട്ടിലെല്ലാവർക്കും സുഖല്ലേ, ഞാനിവിടെ സുഖമായിട്ട് ഇരിക്കുന്നു, ഞാൻ എന്തിനീ ഈ കത്ത് എഴുതിയെന്ന് നിങ്ങൾക്ക് അറിയോ എന്നൊക്കെ ചോദിക്കണ്ടേ. നമുക്ക് മലയാളത്തിൽ ചോദിക്കണ പോലെ ഹിന്ദിയിൽ നമുക്ക് ചോദിക്കണം. ഓക്കെ, തും കൈസേ ഹോ, നിനക്ക് സുഖല്ലേ, മേം യഹാ ഖുശി സേ ഹൂം, എന്താണ് ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഘർ മേം സബ് കുച്ച് ठीक है ना, വീട്ടിലെല്ലാവർക്കും സുഖല്ലേ. മേം एक बात कहने के लिए പത്ര ലിഖ് रहा हूं, ഞാനൊരു കാര്യം പറയാനായിട്ടാണ് ഈ കത്ത് എഴുതുന്നേ. അപ്പൊ നിങ്ങൾക്ക് ഊഹിക്കാം അടുത്ത പാരഗ്രാഫ് എന്താ കാര്യം, എന്താണ് ആ കാര്യം എന്നാണ് നെക്സ്റ്റ് പാരഗ്രാഫിൽ വേണ്ടത്. അപ്പൊ എന്താണ് ആ കാര്യം എന്ന് ഓൾറെഡി നിങ്ങളുടെ ക്വസ്റ്റ്യൻ ഉണ്ടാവും. ആ ക്വസ്റ്റ്യനെ കുറച്ച് വലുതാക്കി ഇലാബറേറ്റ് ചെയ്ത് ആ കഥയൊക്കെ ഒന്ന് മനസ്സിലാക്കി നിങ്ങൾ സെക്കൻഡ് പാരഗ്രാഫ് ഫിൽ ചെയ്യാം. തേർഡ് പാരഗ്രാഫ് കൺക്ലൂഷൻ ആണ്. അതും മിസ് ഇവിടെ തന്നിട്ടുണ്ടല്ലേ. तेरी പഠായി കാം കൈസാ ചൽ രഹാ ഹേ, ഒരു കുട്ടിയാണെങ്കിൽ നിന്റെ പഠനം എങ്ങനെ പോകുന്നു, ഒരു മുതിർന്ന ആളാണെങ്കിൽ തന്റെ ജോലി എങ്ങനെ പോകുന്നു എന്ന് ചോദിക്കാം. തേരി പഠായി, നിന്റെ പഠനം അല്ലെങ്കിൽ നിന്റെ ജോലി എങ്ങനെ പോകുന്നു. മാം ഓർ ബാപ് സേ മേരാ പ്യാർ കഹന, എന്താണ് അച്ഛനോടും അമ്മേനോടും എന്റെ സ്നേഹം പറയണട്ടോ അല്ലെങ്കിൽ എന്റെ അന്വേഷണം പറയണട്ടോ. നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് ഇപ്പൊ തിരിച്ചിറങ്ങാൻ നേരത്തെ പോലും നമ്മൾ പറയുന്ന കാര്യമാണല്ലേ, അച്ഛനെ അമ്മേനെ തിരക്കിന്ന് പറയണട്ടോ അല്ലെ. അപ്പൊ വാപ്പസി പത്രക്ക് ഇന്റസാർ മേ, എന്താണ് മക്കളെ ഈ വാപ്പസി പത്ര, എന്താണ് റിപ്ലൈ ലെറ്റർ ആണ്. മറുപടി കത്തിനെയാണ് നമ്മൾ വാപ്പസി പത്രം എന്ന് പറയാം. മറുപടി കത്ത് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. ഇന്റസാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കാത്തിരിപ്പാണ്. അപ്പൊ മറുപടി കത്ത് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. തുമാരാ മിത്ര ഹസ്താക്ഷർ, അത് ഏത് സൈഡിലാണ്? റൈറ്റ് സൈഡിൽ താഴെ ആയിട്ട് തുമാരാ മിത്ര എന്ന് നിന്റെ സ്വന്തം കൂട്ടുകാരൻ. ഹസ്താക്ഷർ എന്നാൽ സിഗ്നേച്ചർ ആണ്. സിഗ്നേച്ചർ, ഓക്കെ, സിഗ്നേച്ചർ ആണ്. ആരും നിങ്ങളുടെ സൈനോ നിങ്ങളുടെ പേരോ ഒന്നും എഴുതേണ്ട ആവശ്യമില്ല മക്കളെ. അവിടെ ഹസ്താക്ഷർ എന്ന് തന്നെ എഴുതി വെക്കാം. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾ എന്താ ആഡ് ചെയ്യണം? സേവാമേ. എന്താ ഇപ്പൊ സേവാമേ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇംഗ്ലീഷിൽ ലെറ്റർ എഴുതുമ്പോൾ ഫ്രമും ടു എഴുതാറില്ലേ?
അപ്പോ അതുപോലെ ഫ്രമും ടൂവും എഴുതുന്ന പോലെ നമ്മൾ സേവാമേം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടു അഡ്രസ് ആണ്. ഓക്കെ, ടു അഡ്രസ് ആണ് സേവാമേം എന്ന് വെച്ച് കഴിഞ്ഞാൽ. എന്നിട്ട് എന്തെഴുതുക? നാം എന്താണ്? നെയിം ആണെന്ന് എല്ലാവർക്കും അറിയാം. പദ എന്ന് വെച്ചാൽ അഡ്രസ് ആണെന്നും അറിയാം അല്ലെ. അപ്പൊ നിങ്ങൾ വിചാരിക്കും ആരെങ്കിലും അവിടെ നെയിമും അഡ്രസ്സും എഴുതണോ? ആവശ്യമില്ല മക്കളെ, അതിന്റെ ഒരു ആവശ്യമില്ല. നിങ്ങൾ എന്താണോ മിസ് ഇവിടെ തന്നിരിക്കുന്നേ അതേപോലെ തന്നെ എഴുതിയാൽ മതി. സേവാമേം എന്ന് എഴുതുക, ഒരു ബോക്സ് വരയ്ക്കുക, അതിന്റെ കൂടെ നാം പദ എന്നും കൂടി എഴുതുക. അല്ലാണ്ട് വേറെ ഒന്നും നിങ്ങൾ അവിടെ പേരും അഡ്രസ്സും ഒന്നും എഴുതി ചേർക്കേണ്ട ആവശ്യമില്ല. ഓക്കെ അല്ലേ? പക്കയല്ലേ? അപ്പൊ എന്ത് ചെയ്യാം? ഒന്നുകൂടെ പറയാം. ലെറ്റർ എഴുതുമ്പോൾ ഏത് ലെറ്റർ ഏത് പാഠത്തിൽ നിന്ന് ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും റൈറ്റ് സൈഡിൽ ആദ്യം പ്ലേസും ഡേറ്റും എഴുതുക. പ്ലേസും ഡേറ്റും എഴുതാൻ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ എന്തെഴുതുക? സ്ഥാൻ താരീഖ് എന്ന് മിസ് ഇപ്പത് അവിടെ കൊടുത്തേക്കുന്ന പോലെ ഇതുപോലെ തന്നെ എഴുതി ഒരു ബോക്സ്, ഒരു കുഞ്ഞു ബോക്സ് വരയ്ക്കാം. വലിയ ബോക്സിന്റെ ഉള്ളിൽ കുഞ്ഞു ബോക്സ്. എന്നിട്ട് ലെഫ്റ്റ് സൈഡിൽ അഭിസംബോധന ചെയ്യുക. ആർക്കാണോ കത്തെഴുതുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് കത്തെഴുതുന്ന ആളുടെ പേരറിയാമെങ്കിൽ പ്രിയ മനു, പ്രിയ ദിവ്യ, അല്ലെങ്കിൽ പ്രിയ അപ്പു, പ്രിയ ദൊപ്പു, എന്താ വെച്ചാൽ നിങ്ങൾക്ക് എഴുതാം. അതുപോലെ ഫസ്റ്റ് പാരഗ്രാഫ്, സെക്കൻഡ് പാരഗ്രാഫ്, തേർഡ് പാരഗ്രാഫ്. ഫസ്റ്റ് പാരഗ്രാഫില് ഇൻട്രൊഡക്ഷൻ, സെക്കൻഡ് പാരഗ്രാഫില് എന്താണോ നിങ്ങൾക്ക് പറയാനുള്ള കാര്യം, എന്താണോ നിങ്ങളുടെ കൂട്ടുകാരനോട് നിങ്ങൾക്ക് പറയാനുള്ള കാര്യം, വിശേഷം എന്താന്ന് എഴുതണം. തേർഡ് പാരഗ്രാഫ് കൺക്ലൂഷൻ എഴുതണം. അതിനുശേഷം ഏറ്റവും ലാസ്റ്റ് എൻഡില് റൈറ്റ് സൈഡില് തുമാരാ മിത്ര ഹസ്താക്ഷർ എന്ന് തന്നെ എഴുതുക. ആരും അവിടെ പേരും ഒപ്പിട്ട് വെക്കേണ്ട ആവശ്യമില്ല. അതുപോലെ ലെഫ്റ്റ് സൈഡില് സേവാമേം നാം പദ എന്ന് എഴുതുക. ഈ ബോക്സിന്റെ കാര്യം മിസ് എപ്പോഴും പറയേണ്ട ആവശ്യമില്ല. ബോക്സ് വിട്ടു പോവരുത്. ബോക്സിന് മാർക്സ് ഉണ്ട്, അത് കളയരുത്. ബോക്സ് വരയ്ക്കാൻ വലിയ ബുദ്ധിമുട്ടില്ലല്ലോ, സ്കെയില് പോലും വേണമെന്നില്ല അല്ലെ. അപ്പൊ ബോക്സ് എന്തായാലും വരയ്ക്കാം. നെക്സ്റ്റ് എന്താണ് പട്കഥ? അപ്പൊ നമ്മൾ ഏതൊക്കെ ഡിസ്കസ് ചെയ്തു? പോസ്റ്റർ ഡിസ്കസ് ചെയ്തു. 2 ടൈപ്പ് പോസ്റ്റർ പറഞ്ഞു. ഏതൊക്കെയാണ്? ഇൻഫോർമേറ്റീവ് പോസ്റ്ററും സങ്കോഷ്ടി ചലാനി വാലി സെമിനാർ എഴുതുമ്പോൾ നടക്കുമ്പോഴുള്ള പോസ്റ്റർ. സെക്കൻഡ് നമ്മൾ ഡയറി ഡിസ്കസ് ചെയ്തു. തേർഡ് നമ്മൾ എന്താ പറഞ്ഞേ? ലെറ്റർ ഡിസ്കസ് ചെയ്തു. ഫോർത്ത് വൺ പട്കഥ. എന്താ മക്കളെ ഈ പട്കഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഒരു 4 മാർക്കിന് 5 മാർക്കിന് ക്വസ്റ്റ്യൻ വരുന്നതാണ് പട്കഥ. എന്താണ് പട്കഥ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. പട്കഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്രിപ്റ്റ് ആണ്. സ്ക്രിപ്റ്റ് റൈറ്റിങ്ങിനെയാണ് പട്കഥ എന്ന് പറയാം. ഓക്കെ, സ്ക്രിപ്റ്റ് റൈറ്റിംഗ്, തിരക്കഥ. ഓക്കെ, തിരക്കഥേനെയാണ് നമ്മൾ പട്കഥ എന്ന് പറയാം. അപ്പൊ നിങ്ങൾ ഒരു പട്കഥ ചോദിക്കുമ്പോൾ എങ്ങനെയായിരിക്കും ഒരു പട്കഥ ചോദിക്കുക? ഇപ്പൊ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ഒരു ചാപ്റ്ററിൽ ഒരു സീൻ, അതായത് ഈ ഇദ്ദേഹം അവിടെ വരെ നടന്നു പോകുന്നു, അവിടെ ചെന്നിട്ടുണ്ടാവുന്ന അനുഭവം, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയ സീനായിരിക്കും നിങ്ങൾക്ക് തരാം. ഇപ്പം മിസ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 9th സ്റ്റാൻഡേർഡിൽ നിങ്ങൾക്കുള്ള ഒരു ചാപ്റ്റർ ആണല്ലേ ചട്പട് ഓർ നട്ഖട്, ഫസ്റ്റ് ചാപ്റ്റർ ആണ്. അപ്പോ നമ്മുടെ നട്ഖട് വികൃതിക്കുട്ടനാണ്, ചട്പട് എന്താണ് കുറച്ച് എന്താ സ്പീഡിൽ നടക്കുന്ന ആളാണെന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോ ഇവര് നടക്കുന്ന സമയത്ത് ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പോ ഈ നടക്കുന്ന സമയത്ത് ഉണ്ടാവുന്നതാണ് നമ്മുടെ അനിയൻകുട്ടൻ വെള്ളത്തിൽ വീഴുന്നത് അല്ലെ, വഞ്ചി ഒഴുക്കാൻ വേണ്ടി വെള്ളത്തിൽ വീഴുന്നത്. അപ്പൊ ആ സമയം ആ വെള്ളത്തിൽ വീഴുന്നതും ചേട്ടൻ എടുത്ത് രക്ഷിക്കുന്നതും അത്ര മാത്രം സീൻ ഒരു പട്കഥയായിട്ട് എഴുതാൻ പറയാണ്. ആ ഒരു സീൻ നമുക്ക് ഇവിടെ എക്സാമ്പിൾ ആയിട്ട് എടുത്ത് മിസ് പറയാം. ബാക്കിയുള്ളവർക്കും അത് മനസ്സിലാവുമല്ലോ, കാരണം എന്താ 10th മക്കളത് പഠിച്ചതാണ്, നിങ്ങൾക്കത് മനസ്സിലാവും. ഓക്കെ, നോക്കിക്കോളൂ കേട്ടോ. അപ്പൊ ദൃശ്യ ഏക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? സീൻ 1 എന്ന് എഴുതിയാലും ഒരു തെറ്റും ഇല്ല. നിങ്ങൾ മണ്ടത്തരം എഴുതി വെക്കുന്നതിനേക്കാൾ നല്ലതാണ് സീൻ 1 എന്ന് എഴുതുക. പിന്നെ മക്കൾ അതോർത്ത് പേടിക്കേണ്ട, സീൻ 1 എന്ന് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. സ്ഥാൻ എന്താണ് മക്കളെ? എവിടെയാണോ നടക്കുന്നത്, എവിടെയാണോ സീൻ നടക്കുന്നത്. ഇപ്പൊ നമ്മള് ഷൂട്ടിംഗ് ഒക്കെ കാണുമ്പോ കാണാറില്ലേ, എന്താണ് സുമതിയുടെ വീട്, അല്ലെങ്കിൽ എന്താണ് രാമൻ ചേട്ടന്റെ കട, ഇപ്പൊ അല്ലെങ്കിൽ എന്താണ് ഒരാളുടെ വർക്ക്ഷോപ്പ്. ഇതൊക്കെ എന്താണ് ഒരു സീൻ നടക്കുന്ന പ്ലേസ് ആണ്. അപ്പൊ നിങ്ങളുടെ ഇഷ്ടമാണ് സീൻ എവിടെ നടക്കുന്നു എന്ന് പറയാനായിട്ട്. അപ്പൊ ആ സീനില് നമുക്കറിയാം നട്ഖടും ചട്പടും ഒരു ഗാവുമേം രഹത്താഥ അല്ലെ, ഗാവുമേം രഹത്താഥ. അപ്പൊ ഒരു ഗ്രാമത്തിലാണ് നടക്കുന്നത്. അപ്പൊ നമ്മൾ എന്തെഴുതി? ഗാവുമേം എന്നെഴുതി. സ്ഥാനം എവിടെയാണ്? ഗ്രാമത്തിലാണ്. നെക്സ്റ്റ് ടൈമാണ്, സമയമാണ് അല്ലെ, ഏത് സമയത്ത് നടക്കുന്നു. ഓക്കെ,
സുബഹ്, ഷാം, ദോപഹർ, രാത്, ഇഷ്ടം പോലെ സമയം നിങ്ങൾക്ക് ഉണ്ട്. സുബഹ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് മക്കളെ? രാവിലെ. അതുപോലെ ദോപഹർ എന്താണ്? ഉച്ചക്ക്. ഷാം എന്താണ്? വൈകുന്നേരം. രാത് എന്താണ്? നൈറ്റ്, രാത്രി. അപ്പോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയം. ഇപ്പൊ നമ്മുടെ ചട്പടും നട്ഖടിന്റെയും കേസ് പറയുകയാണെങ്കിൽ അവർ സ്കൂള് വിട്ട് മടങ്ങി വരുന്ന സമയത്താണ് നടക്കുന്നത്. അപ്പൊ സമയം എന്താണ്? ഈവനിങ്. ഷാം ആണ് അല്ലെ. അപ്പോ ഷാം, ഷാം ഒരു 4 ബജെ, ഷാം 4 ബജെ എന്ന് കൊടുക്കുക. ഓക്കെ, ഷാം 4 ബജെ എന്ന് നമ്മൾ കൊടുത്തു. ഓക്കെ അല്ലേ മക്കളെ? നെക്സ്റ്റ്, ഇത്രയും മനസ്സിലായല്ലോ. ഒരു പട്കഥ എഴുതുമ്പോൾ പട്കഥ എന്ന് ഹെഡിങ് കൊടുക്കുക. സെക്കൻഡ് വൺ, എക്ക് സീൻ, ഒരു സീൻ കൊടുക്കണല്ലോ. ഇപ്പൊ ദൃശ്യ ഏക്കെന്നോ അല്ലെങ്കിൽ സീൻ 1 എന്നോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്ക് കൊടുക്കാം. നെക്സ്റ്റ് എന്താണ് മക്കളെ ആഡ് ചെയ്യണ്ടേ? സ്ഥാനാണ് അല്ലെ. സ്ഥാൻ പറയുമ്പോൾ നമ്മൾ എവിടെയാണോ നമ്മുടെ സീൻ നടക്കുന്നത് അതാണ് നമ്മുടെ പ്ലേസ്. അപ്പൊ എന്ത് കൊടുക്കുക? ഇവിടെ നട്ഖടും ചട്പടും എവിടെ നടക്കുന്നേ? ഗ്രാമത്തിലാണ് ജീവിക്കുന്നത്. അപ്പൊ നമ്മൾ ഗാവ് എന്ന് കൊടുത്തു. നെക്സ്റ്റ് ടൈം ആഡ് ചെയ്യണം. ദോപഹർ, സുബഹ്, ഷാം, ഇഷ്ടമുള്ള സമയം അത് ആ സീനിനനുസരിച്ച് ആഡ് ചെയ്യാം. നമ്മളിവിടെ എന്ത് കൊടുത്തു? ഷാം 4 ബജെ എന്ന് കൊടുത്തു. നെക്സ്റ്റ് എന്താ ആഡ് ചെയ്യണം മക്കളെ? പാത്ര. മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിച്ചെഴുതണം. പാത്ര. ഇപ്പോ നിങ്ങൾ വിചാരിക്കും ആ കഥയിലുള്ള എല്ലാ കഥാപാത്രങ്ങളും എഴുതാന്ന്. അമ്മയുണ്ട്, നട്ഖടുണ്ട്, ചട്പടുണ്ട്, എല്ലാരും എഴുതേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ആരാണോ ആ സീനിൽ വന്നിട്ടുള്ളത് അല്ലെങ്കിൽ നമ്മുടെ സീനിൽ ആരാണോ ഉള്ളത് അവര് മാത്രം നമുക്ക് മതി. ഇപ്പൊ ഇവിടെയാണെങ്കിൽ നട്ഖടും ചട്പടും ആണോ ഉള്ളത്. അപ്പോ ഇപ്പൊ നട്ഖടിനെ ചട്പടിനെ മിസ് എഴുതുന്നില്ല. ലഡ്ക ഏക്കൊന്നും ലഡ്ക ദോന്നും എഴുതാം. ഇവിടെ നിങ്ങൾ സങ്കല്പിക്കുക നമ്മുടെ ചട്പടും നട്ഖടും ആണെന്ന് സങ്കല്പിച്ചോളൂ കേട്ടോ മക്കളെ. അപ്പൊ ലഡ്ക ഏക്കൊന്നും ലഡ്ക ദോന്നും നമ്മൾ എഴുതി. അപ്പൊ ലഡ്ക ഏക്ക് എന്ന് പറയുമ്പോ ഇവിടെ മിസ് കൊടുത്തിട്ടുണ്ട് ലഗ്ഭഗ്. അപ്പൊ എന്താ എഴുതുക? ഇത് അങ്ങനെ തന്നെ എഴുതുക. ലഗ്ഭഗ് എത്ര വയസ്സുണ്ടാവും? നട്ഖട് ആണെങ്കിൽ 3 കക്ഷാമേ പഠിത്താ അല്ലെ. 3 കക്ഷാമേ പഠിത്താ. അപ്പൊ ചട്പടോ 5വീं में അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ ഏകദേശം ഒരു ലഗ്ഭഗ് ഏജ് ആണ് ആഡ് ചെയ്യേണ്ടത്. നമ്മുടെ ചേട്ടൻ പുള്ളിക്ക് ഒരു 8 വയസ്സ്. സാൽക്ക ലഡ്ക ആഡ് ചെയ്തു. ഓക്കെ അല്ലേ മക്കളെ? നെക്സ്റ്റ് നമുക്ക് ഇവിടെ താഴെ എഴുതാം ലഗ്ഭഗ്. അനിയൻ പുള്ളിക്ക് ഒരു 5 വയസ്സ് കൊടുക്കാം. 5 സാൽക്ക ലഡ്ക. ബ്രാക്കറ്റിൽ എന്ത് മറക്കരുത് മക്കളെ? അവരുടെ വേഷഭൂഷം. ഓക്കെ, അവരുടെ ഡ്രസ് എന്താണ്, അവരെന്താണ് ധരിച്ചിരിക്കുന്നത്, ആ സീനിൽ അവരെന്താണ് ധരിച്ചിരിക്കുന്നത് എന്ന് നിങ്ങൾ മറക്കരുത്. ഓക്കെ, അപ്പൊ എന്താണ് അവർ ധരിച്ചിരിക്കുന്നത്? യൂണിഫോം. യൂണിഫോം ആണ് അവർ ധരിച്ചിരിക്കുന്നത്. അപ്പൊ എന്തെഴുതുക? യൂണിഫോം എന്ന് നിങ്ങൾ കൊടുക്കുക. എന്താണോ വേഷം. അപ്പൊ നിങ്ങൾക്ക് വേഷം ഒന്നും അറിയില്ല അച്ഛാ, ഒന്ന് കാണാതെ പഠിക്കുക. സൂട്ട് എന്നും സാഡി എന്നും വലിയ വ്യത്യാസമില്ല അല്ലെ. ഇതാ മിസ് ഇവിടെ എഴുതി കാണിക്കാം. സൂട്ട് എന്നും സാഡി എന്നും. സാഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ സാരിയാണ്. സ്യൂട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഷർട്ടും പാന്റും ഒക്കെ ഉള്ള ഒരു സ്യൂട്ട്. അപ്പൊ ഒരു കോമൺലി ഒരു ആൺകുട്ടിയാണ് ക്യാരക്ടർ എങ്കിൽ നിങ്ങൾ സ്യൂട്ട് എന്ന് എഴുതുക. അതുപോലെ പെൺകുട്ടിയാണെങ്കിൽ സാരി എന്ന് എഴുതുക. അതിൽ നിങ്ങൾക്ക് പ്രശ്നമൊന്നും ഇല്ലയോ? അപ്പൊ ഇത് രണ്ടും വലിയ പാടില്ലാത്ത ഒരു ഡ്രസ്സാണ്. നിങ്ങൾ പഠിച്ചു വെക്കുക. ആര് വന്നാലും നിങ്ങൾ അത് തന്നെ എഴുതിക്കോ, ഒരു തെറ്റുമില്ല. പക്ഷെ എന്താ എഴുതാതിരിക്കരുത്? ഡ്രസ്സും അതുപോലെ ഏജും കഥാപാത്രത്തിന്റെ പേരും നിങ്ങൾ വിട്ടുപോകരുത്. ഇത്രയും പക്കയാണല്ലോ? ഓക്കെ ആണല്ലോ? സെറ്റ് അല്ലേ? ഓക്കെ. നെക്സ്റ്റ് ദൃശ്യകാ വിവരൻ. എന്താണ് സീൻ എന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്താലല്ലേ നായികയ്ക്കും നായകനും അഭിനയിക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് സീൻ എക്സ്പ്ലെയിൻ ചെയ്യണം അല്ലെ. അപ്പൊ ഒന്നും നിങ്ങൾക്ക് അറിയില്ല അച്ഛാ, ക്വസ്റ്റ്യനില് സീൻ കൊടുത്തിട്ടുണ്ടാവും. എന്താണ് സീൻ എന്ന് ക്വസ്റ്റ്യന്റെ, ഇപ്പൊ ക്വസ്റ്റ്യനും വായിച്ച് മനസ്സിലാക്കാൻ അറിയില്ലെങ്കിൽ ക്വസ്റ്റ്യന്റെ ഫസ്റ്റ് വരിയായിരിക്കും നിങ്ങളുടെ സീൻ എന്ന് പറയുന്നത്. അത് നിങ്ങൾ അങ്ങനെ തന്നെ എടുത്തെഴുതാം. ഇനിയിപ്പോ അതെനിക്ക് സീനായിട്ട് തോന്നല്ല മിസ്സേ, എന്തോ ഒരു പ്രശ്നമുണ്ട്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാ മക്കളെ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാ? സീൻ എന്താന്ന് മനസ്സിലായില്ല, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇപ്പോ നട്ഖട് ഓർ ചട്പട് കെ ബീച്ച് ബാത്ചീത്. ഓക്കെ, ക്ലിയർ അല്ലേ?
എന്താണെങ്കിലും അവിടെ സീൻ നടക്കുമ്പോ വർത്താനല്ലേ മക്കളെ നടക്കുന്നേ. അപ്പൊ എന്തെഴുതുക? നട്ഖഡ് ഓർ ചട്പട് കെ ബീച്ച് ബാത്ചീത്. നട്ഖഡും ചട്പടും തമ്മിലുള്ള സംസാരം ആണ് അവിടുത്തെ സീൻ. ഇതിനകത്ത് വലിയ വ്യത്യാസമൊന്നുമില്ലോ മിസ്, അത് വേണമെങ്കിൽ ഇവിടെ എഴുതാം. എന്താണ് ഇപ്പൊ ഇവിടെ ലഡ്ക എന്നാണല്ലോ മിസ് കൊടുത്തേക്കുന്നത്, അപ്പോ ലഡ്ക എന്ന് എഴുതുക. ലഡ്ക ഏക് ഓർ ലഡ്ക ദോ के बीच बातचीत എന്ന് നിങ്ങൾ ആഡ് ചെയ്യാം. വേറൊന്നും കൊടുത്തില്ലെങ്കിലും ഇത് ശരിയാണ്. ഒന്ന് കിട്ടിയില്ലാച്ച എങ്ങനെ എഴുതാം കേട്ടോ. ഇല്ലെങ്കിൽ നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾ സീൻ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുക. അതിനുള്ള കഴിവുള്ളവരാണ് എൻ്റെ കുഞ്ഞു മക്കളെന്ന് മിസ്സിന് അറിയാം. അപ്പോൾ ഈ കുഞ്ഞു മക്കളുടെ കുഞ്ഞു ബുദ്ധിത്തല ഒന്ന് വികസിപ്പിച്ചാട്ടെ, എന്നാലേ നമുക്ക് എക്സാമിന് നല്ല പെട്ട മാർക്കൊക്കെ മേടിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഓക്കെ, നെക്സ്റ്റ് നിങ്ങൾക്ക് കാണുമ്പോഴേ മനസ്സിലാവാം. എന്താണ് ബാത്ചീത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺവെർസേഷൻ ആണ്, വാർത്താലാപാണ്. എന്റെ മക്കൾക്ക് എല്ലാവർക്കും അറിയാം. സംവാദം ഇവർ തമ്മിലുള്ള സംവാദം എഴുതാനായിട്ട് നിങ്ങൾക്ക് അറിയാലോ. ആ സീനിൽ എന്തൊക്കെയാ നടന്നേന്ന്? അനിയൻ പുറകെ വരുന്നു, ചേട്ടൻ മുന്നേ പോകുന്നു, കുറച്ച് കഴിയുമ്പോൾ തിരിഞ്ഞു നോക്കുന്നു, അനിയനെ കാണുന്നില്ല, വഴക്ക് പറയുന്നു. എന്തിനാണ് അനിയനെ ചെയ്ത് നോക്കുമ്പോൾ വഞ്ചി ഒഴുക്കിവിടാനാണ്. കഥയൊക്കെ നിങ്ങൾക്ക് അറിയാലേ. മിസ് ആ ഒരു കഥയെ കോൺസെൻട്രേറ്റ് ചെയ്ത് പറഞ്ഞെന്നുള്ളൂ. നിങ്ങൾക്ക് ഏത് ചാപ്റ്ററിൽ നിന്നാണോ വന്നെ ആ കഥ നിങ്ങൾക്ക് അറിയായിരിക്കും. ആ കഥ വെച്ചിട്ട് നിങ്ങൾ ഒരു 8 എക്സ്ചേഞ്ച് ഒരു കോൺവെർസേഷൻ എഴുതുക. ഓക്കെ അല്ലേ? അതിനകത്തൊരു സംശയമില്ലല്ലോ, ഇല്ല. എന്നിട്ട് നിങ്ങൾ ഒരു പെട്ടിക്കോളമാക്കി വെച്ചാൽ പട്കഥ റെഡി, തിരക്കഥ റെഡി, സ്ക്രിപ്റ്റ് റെഡി അല്ലെ. എന്റെ മക്കൾ ഒരു സ്ക്രിപ്റ്റ് എഴുതാനും കൂടെ പഠിച്ചു. എന്തൊക്കെ പഠിച്ചാലാണല്ലേ അല്ലേ. അപ്പൊ എന്റെ മക്കൾ ഒരു സ്ക്രിപ്റ്റ് എഴുതാൻ കൂടെ പഠിച്ചിട്ടുണ്ട്. ഒന്നോടെ മിസ് പറയാം. പട്കഥയുടെ ഫോമാറ്റ്, പട്കഥ എന്ന് ഹെഡിങ് കൊടുക്കുക. സീൻ 1 ദൃശ്യ ഏക, സ്ഥാൻ എവിടെയാണോ സീൻ നടക്കുന്നത് ആ പ്ലേസ്, സമയ ഏത് സമയത്താണോ നടക്കുന്നത് ആ സമയം അറിയില്ലെങ്കിൽ ഏകദേശം ആ ഒരു സമയം. അടുത്തത് ക്യാരക്ടേഴ്സ്, കഥാപാത്രം വേണം, അല്ലാണ്ട് സീൻ മുന്നോട്ട് പോവില്ല. കാറ്റൊക്കെ വെറുതെ വീശിയാൽ പോരല്ലോ. അപ്പോ ക്യാരക്ടേഴ്സ് വേണം. ആ ക്യാരക്ടേഴ്സിന്റെ കൂടെ അവരുടെ ഏജും അവരുടെ ഡ്രസ്സും കൂടെ വേണം. ദൃശ്യക്ക വിവരൺ, സീൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ നിങ്ങൾക്ക് അറിയില്ല, ക്വസ്റ്റ്യൻ കിട്ടിയില്ല വെച്ചാൽ എന്തെഴുതുക? ആരാണോ ആ 2 ക്യാരക്ടേഴ്സ്, ആ 2 ക്യാരക്ടേഴ്സ് ബീച്ച് ബാച്ച്, ആ 2 ക്യാരക്ടേഴ്സ് തമ്മിലുള്ള സംസാരം. ലഡ്ക ഏക്കോ ലഡ്ക ദോ കെ ബീച്ച് എക്ക് ബാത്ചീത് എന്ന് എഴുതുക. നെക്സ്റ്റ് സംവാദ് എന്ന് ഹെഡിങ് കൊടുക്കുക. അത് കഴിഞ്ഞ് ഒരു 8 എക്സ്ചേഞ്ച് എഴുതുക. ആ സംവാദ് അവസാനിപ്പിക്കുക. ഒറ്റൊരു കാര്യം കൂടെ ഉണ്ട്, ദൃശ്യക സമാപ്ത്. ഇത് എവിടെ എഴുതണം? നമ്മുടെ ഈ സംവാദ് കഴിഞ്ഞിട്ട് ഇതിന്റെ എൻഡിങ്ങിലായിട്ട് എന്തെഴുതുക? ദൃശ്യക സമാപ്ത്, സീൻ എൻഡിങ്. ഓക്കെ, ഇത്രയും എഴുതിയാൽ നമ്മുടെ പട്കഥ പെർഫെക്റ്റ്ലി ഓക്കെ. 4 മാർക്ക് 5 മാർക്ക് അങ്ങ് പോന്നോളൂ. ഓക്കെ അല്ലേ മക്കളെ? ഒന്നുകൊണ്ട് പേടിക്കണ്ട, പട്കഥയും ഒക്കെ ആയി. ഇത് നിങ്ങൾ ഇനി ഒന്ന് നോക്കിയാ മതി. നമുക്ക് നെക്സ്റ്റ് നോക്കിയാലോ. നെക്സ്റ്റ് നമ്മുടെ പോം അപ്രിസിയേഷൻ ആണ് അല്ലെ. എന്താണ്? കവിതാ പർ ടിപ്പണി അല്ലെങ്കിൽ കവിതാ കാ ആശയ ലിഖിയെ. എന്തായാലും 100% നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ആശയം എഴുതാൻ. നിങ്ങൾക്ക് ഏത് ക്ലാസ് ആണെങ്കിലും, ഏത് ക്ലാസ് പഠിക്കുന്ന മക്കളായിക്കോട്ടെ, ഏത് ക്ലാസ് ആണെങ്കിലും നിങ്ങൾക്ക് ഒരു പോയം പഠിക്കാനുണ്ട്, അതിന്റെ അപ്രിസിയേഷൻ എഴുതാനുണ്ട്. അത് നിങ്ങൾക്ക് എന്തായാലും എക്സാമിന് 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് വരും. അപ്പൊ അതെങ്ങനെ നമുക്ക് കുറച്ച് ട്രിക്കിൽ എഴുതാൻ നോക്കിയാലോ. എങ്ങനെ എല്ലാ അപ്രിസിയേഷനും ഒന്ന് കാണാപ്പാടം പഠിക്കാൻ വയ്യ മിസ്സേ, പറ്റുന്നില്ല എന്നുള്ളവര്, മടിയന്മാരും മടിച്ചുകളും ഇത് കണ്ടോളൂ. എന്ന് കരുതി മിസ് പറഞ്ഞു ഇതുപോലെ എഴുതാൻ, അപ്പൊ ഇത് തന്നെ പഠിക്കുന്ന മക്കളും എഴുതരുത്. എളുപ്പമാണ്. ഹിന്ദിക്ക് നല്ല മാർക്കും കിട്ടുന്ന മക്കളാണെങ്കിൽ പഠിച്ച് തന്നെ എഴുതുക കേട്ടോ. ഓക്കെ, ഇത് എഴുതി വെച്ചാലും നല്ല സുഖമായിട്ട് മാർക്ക് കിട്ടും. അപ്പൊ ഇതെന്താണെന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഇതുപോലെയാണ് ഫോർമാറ്റും എഴുതേണ്ടത്. അതായത് ടിപ്പണിയുടെ ഫോർമാറ്റും ഇതാണ്. ഫസ്റ്റ് നമുക്ക് പറയാം 3 പാരഗ്രാഫ് ആയിട്ട് തിരിച്ചാണ് ഇത് എഴുതേണ്ടത്. 3 പാരഗ്രാഫ് ആയിട്ട് തിരിച്ചാണ് ഇത് എഴുതേണ്ടത്. ഫസ്റ്റ് പാരഗ്രാഫ് ഇൻട്രൊഡക്ഷൻ, സെക്കൻഡ് പാരഗ്രാഫ് ഗിവൺ ലൈൻസ് സമ്മറി, തേർഡ് പാരഗ്രാഫ് കൺക്ലൂഷൻ.
ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ നോക്കോളൂ മക്കളെ, ഫസ്റ്റ് പാരഗ്രാഫ് എങ്ങനെ എഴുതാം. എല്ലാ പോയത്തിനും എങ്ങനെ കോമൺ ആയിട്ട് ഒരു അപ്രിസിയേഷൻ എഴുതാം. ഏത് പോയം ചോദിച്ചാലും എങ്ങനെ നമുക്ക് ആശയം എഴുതാൻ പറ്റുമെന്ന് ഒരു ട്രിക്കായിട്ട് മിസ് പറഞ്ഞുതരാം. ഓക്കെ, ബാ. ഹിന്ദി സാഹിത്യ के प्रसिद्ध कवि ശ്രീ ഡാഷ് ആണ്. ലെറ്റർ കുത്ത് 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 നമുക്കവിടെ ഫില്ല് ചെയ്യാം. ഓക്കെ, മിസ് ഇപ്പോ എക്സാമ്പിൾ ആയിട്ട് ഒരു കവിയുടെ പേര് എടുക്കാണെന്ന് വെച്ചോ. ഇപ്പൊ ഒരു നാഗാർജുൻ എന്ന് പറഞ്ഞു വെച്ചോ. हिंदी साहित्य के प्रसिद्ध कवि श्री नागार्जुन जी द्वारा लिखित सुंदर कविता है. ഒരു കവിതയുടെ പേര് എഴുതാം. നിങ്ങൾക്ക് ഇപ്പൊ ഏതാണോ നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുന്നത് ആ കവിതയുടെ പേര് നിങ്ങൾ എഴുതാം. ഇപ്പൊ ഇവിടെ എന്താണ്? പോയറ്റിന്റെ പേരാണ്. ഇവിടെ പോയത്തിന്റെ പേരാണ്, മാറിപ്പോവരുത്. ഓക്കെ, ഹിന്ദി സാഹിത്യ के प्रसिद्ध कवि, ആ കവി എഴുതിയ ദ്വാരാ ലിഖിത സുന്ദർ കവിത ഹേ, ആ കവിതയുടെ പേര് എഴുതാം. ഏത് ക്ലാസ്സിനും പറ്റുന്നതാണ്. ഏത് ക്ലാസ്സിന് വേണമെങ്കിലും ഇങ്ങനെ എഴുതാം. ഏത് ക്ലാസ്സിന് എഴുതിയാലും ഇത് ശരിയാണ്. ഏത് ചാപ്റ്ററിൽ നിന്ന് വന്നാലും നമുക്ക് ഇതുപോലെ എഴുതാൻ പറ്റും. യഹ് ഏക് പ്രതീകാത്മക് രചന ഹെ. പ്രതീകാത്മക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അതൊരു എന്താണ്, എല്ലാ നമ്മുടെ എന്താ പറയാ സമൂഹത്തിലെ പ്രകൃതിയിലെ എല്ലാ കാര്യങ്ങളെയും സൂചിപ്പിച്ചുകൊണ്ട് പറയാം അല്ലെ. നമ്മൾ എപ്പോഴും പ്രകൃതിയായിട്ട് കണക്ട് ചെയ്താണ് നമ്മൾ എല്ലാ കാര്യങ്ങളും പറയാറ്. അങ്ങനെ പറയുന്നതിനാണ് നമ്മൾ പ്രതീകാത്മക് എന്ന് പറയാം. അപ്പൊ എല്ലാ കവിതകളും നമുക്ക് സിലബസിൽ പഠിക്കാനുള്ള എല്ലാ കവിതകളും പ്രതീകാത്മക് രചനകളാണ്. അതുകൊണ്ട് നമുക്ക് എന്തെഴുതാം? यह एक प्रतीकात्मक रचना है. इस कविता के माध्यम से कवि हमें बताना चाहता है. ഈ കവിത ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഈ കവിതയുടെ അടിസ്ഥാനത്തിൽ കവി നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണ് എന്നാണ് നെക്സ്റ്റ് പാരഗ്രാഫ്. അതായത് ഫസ്റ്റ് പാരഗ്രാഫിൽ കവിയെ പറ്റിയും കവിതയെ പറ്റിയും ഒരു 2 സെന്റൻസ് എഴുതുക. സെക്കൻഡ് പാരഗ്രാഫിൽ എന്താണോ നിങ്ങൾക്ക് തന്നിരിക്കുന്ന 4 വരി വലിച്ചു വാരി മൊത്തം കവിതയുടെ ആശയം എഴുതരുത്. അത് തെറ്റാണ്, മണ്ടത്തരാണ്, നിങ്ങളുടെ ടൈം വേസ്റ്റിംഗ് ആണ്. ഓക്കെ, എന്താണോ നിങ്ങൾക്ക് തന്നിരിക്കുന്ന 4 ലൈൻസിന്റെ സമ്മറി, ആ സമ്മറി നിങ്ങൾ എന്ത് ചെയ്യുക? സെക്കൻഡ് പാരഗ്രാഫിൽ എഴുതുക. ഓക്കെ, ഇനിയിപ്പൊ നിങ്ങൾക്ക് സമ്മറി എഴുതാൻ അറിയില്ല, അറിയാതെ വരരുത്. അറിയില്ല വെച്ചാൽ നിങ്ങൾ ആ പാരഗ്രാഫ് സ്കിപ്പ് ചെയ്യരുത്. അവിടെ നിങ്ങൾക്ക് അറിയുന്ന പോലെ അത് എഴുതി വെക്കുക. ഓക്കെ, സ്കിപ്പ് ചെയ്താൽ മാർക്ക് കിട്ടില്ല, അത് എഴുതി വെക്കണം എന്തെങ്കിലും. നെക്സ്റ്റ് നിങ്ങൾ പാരഗ്രാഫ് ആയിട്ട് തിരിക്കുകയൊന്നും വേണ്ട. എന്ത് ചെയ്യാം? ഇതാ ഇവിടെ ഒരു ബ്ലാങ്ക് ലൈൻ കണ്ടോ? ഇത് നിങ്ങൾക്ക് മാർക്ക് കിട്ടാൻ കുറച്ചുകൂടെ എളുപ്പമുള്ള വഴിയാണ് കേട്ടോ. മിസ് പറഞ്ഞതന്നെ, മിസ്സിന്റെ കുരുട്ട് ബുദ്ധിയാണെന്ന് ആരും പറയരുത്. കുറച്ച് എളുപ്പ വഴി ഉണ്ടല്ലോ, അത് പറഞ്ഞുതരാം. എന്താണോ നിങ്ങൾക്ക് ഗിവൺ ലൈൻസ്, അതായത് 4 വരി തന്നിരിക്കുന്നത്, ആ ഗിവൺ ലൈൻസ് അതെന്ത് ചെയ്യാം? നമ്മൾ ഇവിടെ എഴുതുക. എങ്ങനെയാണോ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിരിക്കുന്നത് 4 വരിയായിട്ടായിരിക്കും തന്നിരിക്കുന്നത്, ആ 4 വരി കൊട്ടേഷനിൽ എഴുതുക. എന്നിട്ട് അതിന്റെ താഴെ പങ്ക്തിയോ ഹമേം സമകാലീൻ വാസ്തവികതാവും കി ഓർ ലേ ജാനാ ഹെ. അതായത് ഈ പങ്ക്തിയോ എന്ന് വെച്ചാൽ എന്താണ്? വരികൾ. ഈ വരികളില്, ഈ ലൈൻസില് സമകാലീൻ വാസ്തവികതാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ ഇന്നത്തെ സമൂഹത്തിൽ നിലനിൽക്കുന്ന യാഥാർത്ഥ്യങ്ങൾ. വാസ്തവികത എന്ന് വെച്ചാൽ എന്താണ്? യാഥാർത്ഥ്യങ്ങൾ. ഇന്നത്തെ സമൂഹത്തിൽ നടക്കുന്ന യാഥാർത്ഥ്യങ്ങളെ പറ്റിയാണ് ലേ ജാനാ ഹെ, അവതരിപ്പിക്കുന്നത് എന്നാണ് നമ്മൾ അവിടെ എഴുതി ചേർക്കുന്നത്. ഇത്രയും കാര്യം പക്കയാണല്ലോ മക്കളെ. നമ്മൾ എൻഡിങ്ങിലേക്ക് എത്തി. നെക്സ്റ്റ് ലാസ്റ്റ് പാരഗ്രാഫ് കൺക്ലൂഷൻ. എന്താണ്? കൺക്ലൂഷൻ എഴുതുക. എങ്ങനെ എഴുതാം? ഇസ് കവിത കെ അർത്ഥ ഇതനെ സഹജ് ഓർ സാഫ് ഹെ. എന്താണ്? ഈ കവിതയുടെ അർത്ഥം വളരെ വളരെ എളുപ്പവും സാഫ് ഹെ, എന്താ വളരെ എന്താ പറയാ മനോഹരം ആയതുമാണ്. അതുപോലെ വ്യാഖ്യ കി ദർകാർ നഹി ഹെ. അതിന്റെ വ്യാഖ്യ എടുത്തു പറയേണ്ട ഒരു ആവശ്യമില്ല. അതായത് വളരെ എളുപ്പമാണല്ലോ, പിന്നെ നമുക്കത് എടുത്തു പറയേണ്ട ഒരു ആവശ്യം നമുക്ക് ഇല്ല. सरल शब्द वाले वाक्य स्वयं ही अपना मर्म कह देता है. ഇപ്പൊ എന്താ? സരൾ ശബ്ദങ്ങൾ ഉപയോഗിച്ച് നമ്മൾ കവിത പറയുന്നത് കൊണ്ട് തന്നെ സ്വയം ഹി അപ്പന മർമ്മ കഹ ദേത്താ ഹെ, അത് ആ ഒരു കവിതയുടെ എന്താ പറയാ അടിസ്ഥാന ഭാഗം അല്ലെങ്കിൽ മർമ്മഭാഗം എന്നൊക്കെ നമ്മൾ പറയില്ലേ, അത് എന്താണ്? ആ കവിതയിലെ സരൾ ശബ്ദങ്ങൾ ഉപയോഗിച്ചിരിക്കുന്ന ഭാഗങ്ങളായിരിക്കും. ഇതൊക്കെ എല്ലാ കവിതയിലും കോമൺ ആണ്. ഏത് കവിത ചോദിച്ചാലും ഇതേ മോഡൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും കേട്ടോ.
इस कविता में शिल्प की बारीक कारीगरी को एक हम देख सकते हैं. അപ്പൊ എന്താണ് ഇസ് കവിതാമീം, ഈ കവിതയില് ശില്പകി, ശില്പം എന്ന് വെച്ചാൽ എന്താണ്, ശില്പപക്ഷി എന്നൊക്കെ നിങ്ങൾ കേട്ടല്ലേ ഹിന്ദിയില്. അപ്പോ നമ്മുടെ പ്രകൃതിയെ തന്നെ നമ്മൾ സൂചിപ്പിച്ചുകൊണ്ട് നല്ല മനോഹരമാക്കിക്കൊണ്ട് പറയുന്നതാണത്. അപ്പൊ അതിനെയൊക്കെ നമുക്ക് എവിടെ കാണാൻ സാധിക്കും? നമ്മുടെ ഓരോ പ്രതീകാത്മക കവിതയിലും കാണാനായിട്ട് സാധിക്കും. ओके, संक्षेप में कहे तो यह एक अत्यंत समकालीन एवं सुंदर कविता है. നമ്മൾ അവസാനം പറയുകയാണെങ്കിൽ, എൻഡിങ്ങിൽ പറയുകയാണെങ്കിൽ ഇത് വളരെ അധികം സമകാലീൻ, എന്താ സമകാലീൻ, ഇന്നത്തെ കാലം അല്ലെ, ഇന്നത്തെ യുഗത്തിൽ വളരെയധികം പ്രസിദ്ധിയേറിയ ഒരു കവിതയാണ്, ഒരു വളരെ സുന്ദരമായ ഒരു കവിതയാണ് ഇതെന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് നമുക്ക് ഏതാണോ കവിത ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നേണേ ആ കവിത. മുझे यह बहुत पसंद है, എനിക്കിത്, മുझे അല്ലെ, എനിക്കിത് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്നുകൂടി എഴുതിയാൽ നിങ്ങളുടെ എന്ത് കംപ്ലീറ്റ് ആയി? അപ്രിസിയേഷൻ, കവിത പർ ടിപ്പണി, കവിത കാ ആശയ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ, അപ്പോ നിങ്ങൾ ഇത്രയും ശ്രദ്ധിച്ചാൽ മതി. 3 പാരഗ്രാഫ് വേണം. ആ 3 പാരഗ്രാഫിൽ ഫസ്റ്റ് പാരഗ്രാഫിൽ കവിയെ പറ്റിയും കവിതയെ പറ്റിയും കുറച്ച് സെന്റൻസസ് കൊടുക്കുക. സെക്കൻഡ് പാരഗ്രാഫിൽ എന്താണോ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ലൈൻസ് അതിന്റെ സമ്മറി എഴുതുക. അതിന്റെ താഴെ ഗിവൺ ലൈൻസ് ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു വാക്ക് കുറിക്കുക. ലാസ്റ്റ് പാരഗ്രാഫിൽ കുറച്ച് വേർഡ്സ് ഒക്കെ യൂസ് ചെയ്ത് കൺക്ലൂഷൻ എഴുതുക. കൺക്ലൂഷൻ എഴുതുമ്പോൾ നിങ്ങൾ കൂടുതലും ഇത്ര കട്ടിയുള്ള വേർഡ്സ് ഒന്നും നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ എന്ത് എഴുതുക? ഇസ് കവിത ബഹുത്ത് സുന്ദർ ഹേ, ഇസ് കവിത ബഹുത്ത് സഹജ് ഹേ, സാഫ് ഹേ, അല്ലെങ്കിൽ മുझे ബഹുത്ത് പസന്ത് കവിത ഹേ. ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്ക് എളുപ്പമുള്ള പോലെ നിങ്ങൾക്ക് വേർഡ്സിനെ മാറ്റി എഴുതാനായിട്ട് പറ്റും. ഓക്കെ, നമ്മൾ എന്തൊക്കെ ഡിസ്കസ് ചെയ്തു? ഏതൊക്കെ ഡിസ്കസ് ചെയ്തേ? യെസ്, നമ്മൾ പോസ്റ്റർ, 2 ടൈപ്പ് പോസ്റ്റർ, ഏതൊക്കെ ഇൻഫോർമേറ്റീവും അതുപോലെ തന്നെ സെമിനാറിന്റെ ആ ടൈപ്പും ഡിസ്കസ് ചെയ്തു. പിന്നെ നമ്മൾ ഡയറി ഡിസ്കസ് ചെയ്തു, ലെറ്റർ ഡിസ്കസ് ചെയ്തു, ഇപ്പോ അപ്രിസിയേഷൻ ഡിസ്കസ് ചെയ്തു. ഇത്രയും പക്കയാണല്ലോ മക്കളെ? ഓക്കെ ആണല്ലോ? നെക്സ്റ്റിലേക്ക് പോയാലോ? നെക്സ്റ്റ് നമുക്ക് എന്താണ് മക്കളെ ഡിസ്കസ് ചെയ്യാനുള്ളത്? വാക്യ പിരമിഡും കൂടെ മിസ് പറയാം. ഓക്കെ, വാക്യ പിരമിഡും കൂടെ പറയാം. കോഷ്ടക് കെ ശബ്ദോം സെ പിരമിഡ് കി പൂർത്തി കരെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് 9th ഒരു സിലബസിൽ നിന്നത്തെ ഒരു പോർഷൻ ആണ്. നിങ്ങൾക്ക് ഒരിക്കലും പുറത്തു നിന്ന് വാക്യ പിരമിഡ് ചോദിക്കില്ല. ടെക്സ്റ്റിൽ ഉള്ള സാധനങ്ങൾ, അതായത് ഇപ്പൊ ഫസ്റ്റ് ടേം എക്സാമിനാണെങ്കിൽ നിങ്ങൾക്ക് ആ ഫസ്റ്റ് ടേമിനുള്ള പോർഷനിനെ നിങ്ങൾക്ക് ചോദിക്കുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ അതോർത്ത് പേടിക്കണ്ട. കഥ വായിച്ചിരിക്കുക, അത്യാവശ്യം ഗ്രാമർ വായിക്കുക, തിരിച്ചും മറച്ചും തലങ്ങനെയും വിലങ്ങനെയും എല്ലാം മലയാള അർത്ഥം പറഞ്ഞു നോക്കുക. എന്നിട്ടേ നിങ്ങൾ അവിടെ ഒരു വേർഡ് ചൂസ് ചെയ്യാനായിട്ട് പാടുള്ളൂ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. ഏറ്റവും എളുപ്പത്തില് 2 മാർക്ക് മേടിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇതെന്ന് പറയുന്നത്. നമ്മുടെ വാക്യ പിരമിഡ് എന്ന് പറയുന്നത്. ചോട്ടു ജാത്താ ഹെ, ഇപ്പൊ എന്താ? ചോട്ടു പോകുന്നു. എങ്ങടാ പോകുന്നത്? അപ്പൊ നമ്മുടെ ഉള്ളിൽ ആ ക്വസ്റ്റ്യൻ വരണം കേട്ടോ മക്കളെ. നമ്മുടെ ഉള്ളിൽ അത് ചോദിക്കണം, നമ്മളോട് തന്നെ ചോദിക്കണം. എങ്ങട്ടാ പോകുന്നത്? ചോട്ടു സ്കൂൾ ജാത്താ ഹെ. എവിടെയാ പോകുന്നത്? ചോട്ടു സ്കൂളിൽ പോകുന്നേ. അപ്പൊ എങ്ങനെയാ പോകുന്നത്? ചോട്ടു ഖുഷി സെ സ്കൂൾ ജാത്താ ഹെ അല്ലെ. ചോട്ടു ഖുഷി സെ സ്കൂൾ ജാത്താ ഹെ. എന്താണ്? ചോട്ടു വളരെ സന്തോഷത്തോടെയാണ് സ്കൂളിൽ പോകുന്നത്. നമുക്ക് ഇവിടെ എഴുതാം, ചോട്ടു ഖുഷി സെ സ്കൂൾ ജാത്താ ഹെ. छोटू खुशी से स्कूल जाता है. നെക്സ്റ്റ് എന്താണ്? നെക്സ്റ്റ് നമ്മൾ പറഞ്ഞു ചോട്ടു ഖുഷി സേ സ്കൂൾ ജാത്താ ഹെ എന്ന് പറഞ്ഞു അല്ലെ. ഇനി അപ്പൊ നമ്മുടെ മനസ്സിലേക്ക് ചോദ്യം വരാം, ആരായി ചോട്ടു? ആരായി ചോട്ടു? നമ്മുടെ നായകനല്ലേ ചോട്ടു. അത് ഈ കഥ മനസ്സിലാവുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുമായിരിക്കും. 9th കുട്ടികൾക്ക് അറിയായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യാ? നിങ്ങൾ ആ ടെക്സ്റ്റ് നല്ലോണം വായിച്ചാലേ നിങ്ങൾക്ക് വാക്യ പിരമിഡ് നല്ലോണം ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ എന്തെഴുതുക അടുത്തതില്? നായക് ചോട്ടു खुशी से स्कूल जाता है. നിങ്ങൾക്ക് കാണാൻ പറ്റാത്തതുകൊണ്ടാണ് മിസ് ഇവിടെ പിശുക്കി എഴുതിയത്. ഓക്കെ, ഇനി നമുക്ക് ശരിയാണോ നോക്കിയാലോ? ചോട്ടു ഖുഷി സേ സ്കൂൾ ജാത്താ ഹേ, നായക് ചോട്ടു ഖുഷി സേ സ്കൂൾ ജാത്താ ഹേ. ഇതുപോലെ കഥ മനസ്സിലാക്കി നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദ്യം ചോദിച്ച് വേണം എഴുതാനായിട്ട്.
ഓൾമോസ്റ്റ് ശരിക്കും എന്താ പറയാ ഒരു 70% ഒക്കെ ആദ്യം വരുന്ന വാക്ക് ആദ്യം, രണ്ടാമത് വരുന്ന വാക്ക് രണ്ടാമതൊക്കെ വരാറുണ്ട്. പക്ഷെ അത് ഒരിക്കലും അങ്ങനെ എന്താണ് നമുക്ക് ഉറപ്പിച്ച് പറയാനായിട്ട് പറ്റില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ കഥ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. കഥ അറിഞ്ഞാൽ സുഖമായിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് കറക്റ്റ് ആയിട്ട് വായിച്ചിരിക്കുക. അതാണ് നമുക്ക് വാക്യ പിരമിഡിന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും എളുപ്പ വഴി എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ മക്കളെ? അപ്പോ ഷുവർ ഡിസ്കോഴ്സസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഷുവർ ഡിസ്കോഴ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചതെന്നൊക്കെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ ഒന്നോടെ റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക, കേൾക്കുക. ഈ ഫോർമാറ്റ് അറിയാണ്ട് പോയിട്ട് എൻ്റെ മക്കൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഹിന്ദിയിൽ നമുക്കറിയാം മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഫോർമാറ്റ്സ് ആണ്. അപ്പോൾ ആ ഫോർമാറ്റ്സ് നിങ്ങൾ കറക്റ്റ് ആയിട്ട് പഠിക്കണം. ഇനി മിസ് പറയാൻ പോകുന്നത് ഗ്രാമർ പോർഷൻസ് ആണ്. നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്സാമിന് ഉറപ്പായിട്ടും വരുമെന്നുള്ള, അതായത് ഫസ്റ്റ് ടേം എക്സാമിന് നിങ്ങൾ ഹൈസ്കൂളുകാർക്ക് വരുമെന്ന് ഉറപ്പുള്ള ഗ്രാമർ മാത്രമേ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് എല്ലാ ഗ്രാമറും ഇതിൽ ഉണ്ടാവും എന്നൊന്നും എൻ്റെ മക്കൾ വിചാരിക്കരുത്. നിങ്ങൾക്ക് എക്സാമിന് എന്ത് വരും അത് മിസ് ഇവിടെ പറഞ്ഞു തരാം. അത് ഒരു മാക്സിമം നിങ്ങൾക്ക് ചോദിക്കുക നൗണ്, പ്രൊനൗണ്, വിശേഷൺ, അഡ്ജക്റ്റീവ്സ്, ഈ കാര്യങ്ങളാണ് നിങ്ങൾക്ക് എന്തായാലും ചോദിച്ചു കാണാറ്. അപ്പോൾ അത് നമുക്ക് പഠിക്കാം. അത് പഠിച്ചിട്ട് പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റും. അപ്പൊ ആ ഗ്രാമർ പോർഷൻ എല്ലാവരും വിട്ട് കളയാറാണല്ലേ പതിവ്. എന്താ സാധാരണ ഗ്രാമർ പഠിക്കുമ്പോൾ എൻ്റെ മക്കൾ പറയാറ്, അയ്യോ മിസ്സേ ഇത് ഗ്രാമർ ആണ്, എന്നെക്കൊണ്ട് പറ്റുന്ന തോന്നുന്നില്ല, എനിക്ക് അറിയില്ല മിസ്സേ ഗ്രാമർ എന്നൊക്കെയാണ് നിങ്ങൾ ഇംഗ്ലീഷ് ആണെങ്കിലും ഹിന്ദി ആണെങ്കിലും നിങ്ങൾ പറയാറല്ലേ. അപ്പോൾ നമുക്ക് ആ ഒരു ടോൺ ഒന്ന് മാറ്റി പിടിച്ചാലോ. ഇനി എനിക്ക് അറിയാം മിസ്സേ, എനിക്കറിയാം, ഞാൻ എന്തായാലും ഗ്രാമർ ഏരിയക്ക് ഫുൾ മാർക്സ് മേടിക്കും എന്ന് ഒന്ന് ചിന്തിച്ചു നോക്കിയാലോ അല്ലേ. അപ്പൊ നമുക്ക് എന്തായാലും ഇമ്പോർട്ടൻ്റ് എന്ന് കരുതുന്ന ഗ്രാമർ നമുക്കൊന്ന് പഠിക്കാം. ഫസ്റ്റ് വൺ സഖ്യ ആണ്, നൗൺ ആണ് മിസ് പറയാൻ പോകുന്നത്. ഓക്കെ, നൗൺ എന്താണ്, സഖ്യ എന്താണ് എന്നൊക്കെ നമുക്കൊന്ന് നോക്കണ്ടേ. നമുക്ക് എന്താണ് നൗൺ എന്ന് നോക്കാം. किसी व्यक्ति, वस्तु, स्थान अथवा भाव आदि के नाम को संख्या कहते हैं. എന്താണ് മക്കളെ? ഏതെങ്കിലും ഒരു വസ്തു, കിസി വ്യക്തി, ഏതോ ഒരു വ്യക്തി, വസ്തു, സ്ഥാൻ അഥവാ ഭാവ്. അപ്പൊ 4 കാര്യങ്ങൾ നിങ്ങൾ ഇവിടെ ഓർത്തിരുന്നു കഴിഞ്ഞാൽ സഖ്യ സെറ്റാണ്, നൗൺ സെറ്റാണ്. വ്യക്തി, വസ്തു, സ്ഥാൻ, ഭാവ്. ഏതെങ്കിലും ഒരു വ്യക്തി, വസ്തു, സ്ഥാൻ, ഭാവ്. ആദിക്ക് നാം കോ, അതിന്റെ പേരിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സഖ്യ എന്ന് പറയുന്നത്. അപ്പോ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നതെന്നാണ് നമ്മൾ എക്സാമ്പിൾ വെച്ച് പറയാൻ പോകുന്നത്. അപ്പൊ അത് ഓർത്തിരിക്കുക. കിസി വ്യക്തി, വസ്തു, സ്ഥാൻ അഥവാ ഭാവ് ആദിക്കോ സഖ്യ കഹത്തെ. ഓക്കെ, എക്സാമ്പിൾ നിങ്ങൾ നോക്കിയോ. രാമ, മീന, അതെന്താണ് മക്കളെ, ഒരു വ്യക്തിയാണ്. കേരൾ എന്താണ്, ഒരു സ്ഥാനാണ്. ആം, ഘോഡ, പുസ്തകം, ഇതൊക്കെ എന്താണ് മക്കളെ, ഒരു വസ്തു ആണ്. സർദി എന്താണ് മക്കളെ, ഒരു ഭാവ് ആണ്. ഓക്കെ അല്ലേ? ഇതിനൊക്കെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സഖ്യ അല്ലെങ്കിൽ നൗൺ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഉദാഹരണം രാം, മീന, കേരൾ, ആം, ഘോഡ, പുസ്തക, സർദി, പെൻസില്, പേന, അതുപോലെ വാട്ടർ ബോട്ടില്, ഇഷ്ടമുള്ള എക്സാമ്പിൾ നിങ്ങൾക്ക് എടുക്കാം. ഇതൊക്കെ എന്താണ്, ഒരു സഖ്യ എന്നതിന് എക്സാമ്പിൾ ആണ്. ഇനി എങ്ങനെ അത് എക്സാമ്പിൾ ചോദിക്കാം. ഒരു വാക്ക് തന്നിട്ട് അതിൽ നിന്ന് സഖ്യ കണ്ടുപിടിക്കാൻ, ഐഡന്റിഫൈ ചെയ്യാനാണ് നിങ്ങൾക്ക് എക്സാമിന് വരാം. ഓക്കെ, രാം പുസ്തക് പഠ് രഹാ ഹേ, എന്താണ്, രാമൻ പുസ്തകം വായിക്കുന്നു. ഓക്കെ, അവിടെ ഏതൊക്കെയാണ് സഖ്യ എന്ന് നിങ്ങൾക്ക് ഇപ്പോഴേ ക്ലിക്ക് ചെയ്തിട്ടുണ്ടാവല്ലോ, ഇപ്പോഴേ കത്തിയിട്ടുണ്ടാവല്ലോ. രാം പുസ്തക് പഠ് രഹാ ഹേ, ഇവിടെ രാം എന്നതും പുസ്തക് എന്നതും സഖ്യയാണ്. കേരൾ ബഹുത്ത് സുന്ദർ ഹേ, എന്താണ് അവിടെ സഖ്യ? നിങ്ങൾ പറഞ്ഞു നോക്കുക. എന്താണ് ആലോചിക്കേണ്ടത്, ഒരു വാക്ക് കാണുമ്പോ തന്നെ അതില് വ്യക്തി ഉണ്ടോ, വസ്തു ഉണ്ടോ, സ്ഥാൻ ഉണ്ടോ, ഭാവ് ഉണ്ടോ എന്നാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. ഈ 4 കാര്യങ്ങൾ എൻ്റെ മക്കളെ എവിടെയും മറന്നിട്ട് എക്സാമിന് പോകരുത്. വീട്ടിൽ വെച്ചിട്ട് ഞാൻ ബാഗിൽ വെച്ച് പൂട്ടിയിട്ടുണ്ട് എന്നിട്ട് ബാഗിൽ എന്താ പറയാ എക്സാമിന് പോകരുത്. കിസി വ്യക്തി, വസ്തു, സ്ഥാൻ, ഭാവ് എന്നത് നിങ്ങൾ ഉറക്കത്തിൽ ചോദിച്ചാലും പറയണം. ഓക്കെ, അപ്പോ കേരൾ ബഹുത്ത് സുന്ദർ, ഇവിടെ കേരളാണ് ഏതെന്ന് പറയുന്നത്, നമ്മുടെ സഖ്യ. മിഠാസ് ഹേ, എന്താ, മാങ്ങയ്ക്ക് എന്തൊരു മധുരമാണ്. അപ്പോ എന്താണ്, ആം എന്നത് അവിടെ ഒരു സഖ്യയാണ്. ഘോഡ ദൗഡ് രഹാ ഹേ, ഘോഡ എന്നുള്ളത് അവിടെ ഒരു സഖ്യയാണ്.
ആജ് ബഹുത്ത് സർദി ഹെ. അവിടെ സർദി എന്നതൊരു ഭാവവാചക സംഖ്യയാണ്. അപ്പൊ ഇതൊക്കെ ഓരോ ടൈപ്പ് ഓഫ് സംഖ്യയാണ്, ഓരോ ടൈപ്പ് ഓഫ് നൗൺ ആണ്. പക്ഷെ അത്രയും ഡീപ്പായിട്ട് നിങ്ങൾ ഇപ്പൊ പഠിക്കണ്ട. രാം എന്നത് വ്യക്തിവാചക സംഖ്യയാണ്, സർദി ഭാവവാചക സംഖ്യയാണ്, അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അത്രയും ആഴത്തിലേക്ക് നമ്മൾ പഠിക്കണ്ട. ബേസിക് ആയിട്ടാണ് ഇപ്പൊ പറയുന്നത്. എക്സാം പോയിന്റ് ഓഫ് വ്യൂല് നമ്മൾ നോക്കുമ്പോൾ നിങ്ങൾ ഇത്രയും പഠിച്ചിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ജസ്റ്റ് ഒന്ന് പറയാം. സഖ്യാക്കി തീൻ ഭേദ് ഹേ. ടൈപ്സ് ഓഫ് നൗൺ ആണ് പറയുന്നത്. 3 ഭേദങ്ങളുണ്ട്, 3 ടൈപ്സ് ഓഫ് നൗൺ ഉണ്ട്. വ്യക്തിവാചക സംഖ്യ, ഭാവവാചക സംഖ്യ, ജാതിവാചക സംഖ്യ. പിന്നെ എന്താണ് വ്യക്തിവാചക സംഖ്യ എന്ന് നമുക്ക് നോക്കാം. പ്രോപ്പർ നൗണിനെയാണ് നമ്മൾ വ്യക്തിവാചക സംഖ്യ എന്ന് പറയുന്നത്. वह शब्द जो किसी एक व्यक्ति वस्तु स्थान आदि का बोध करवाते हैं उसे व्यक्तिवाचक संख्या कहते हैं. അവിടെ ഏതൊക്കെ വരും? ഏതെങ്കിലും ഒരു വ്യക്തിയോ വസ്തുവോ സ്ഥാനോ, ആരവിടെ മിസ്സിംഗ് ആണ്? ഭാവം അവിടെ മിസ്സിംഗ് ആണ്. അങ്ങനെ വരുന്ന ഏതെങ്കിലും ഒരു കാര്യത്തെയാണ് നമ്മൾ വ്യക്തിവാചക സംഖ്യ അഥവാ പ്രോപ്പർ നൗൺ എന്ന് പറയുന്നത്. എക്സാമ്പിൾ നോക്കിയോ. രാം, കുർസി, കാർ, ദില്ലി ആദി. ഇതൊക്കെ എന്താണ്? ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു വസ്തു ഉണ്ട്, അതുപോലെ തന്നെ സ്ഥാനുണ്ട് അല്ലെ. ദില്ലി സ്ഥാനാണ്, കുർസി, കാറൊക്കെ എന്താണ്? ഒരു വസ്തുവാണ്. രാം എന്താണ്? ഒരു വ്യക്തിയാണ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ്, ജാതിവാചക സംഖ്യ മാനെ ക്യാ ഹേ. ജാതിവാചക സംഖ്യ എന്ന് വെച്ചാൽ കോമൺ നൗൺ ആണ്. കോമൺ നൗൺ എന്താണ്? जो शब्द संज्ञा किसी जाति का बोध करवाता है वह जातिवाचक संज्ञा कहलाता है. ഏത് ഒരു സംഖ്യയാണോ ജാതി കാ ബോധ്. ഏത് ജാതിയാണ് മക്കളെ? നിങ്ങൾ ആലോചിക്കുന്ന ജാതിയല്ല, കാറ്റഗറി എന്നാണ് അർത്ഥം. ഓക്കെ, കാറ്റഗറി. വഹ ജാതിവാചക സംഖ്യ कहलाता है. നമുക്ക് ആദ്യം നോക്കാം. ഉദാഹരണം, ലഡ്ക, പശു, പക്ഷി, നദി, ദേശ് ആദി. ഈ ലഡ്ക എന്ന് പറയുന്നത് മനുഷ്യർ എന്ന കാറ്റഗറിയിൽ പെടുന്നതാണ്. അതുപോലെ പശു, പക്ഷിയൊക്കെ എന്താണ്? പേട്, പൗധ, ജീവജാലങ്ങൾ, ജീവജന്തുക്കൾ എന്ന കാറ്റഗറിയിൽ പെടുന്നതാണ്. അതുപോലെ നദി എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് കാറ്റഗറി ആണല്ലേ. യമുന നദി, ഗംഗാ നദി, അങ്ങനെ ഒരുപാട് നദികളുണ്ട്. ദേശം എന്താണ്? രാജ്യങ്ങളും ഒരുപാടുണ്ട്. അപ്പൊ ഒരു ടൈപ്പ് ഓഫ് കാറ്റഗറിനെയാണ്, കോമൺ ആയിട്ട് പറയുന്ന ഒരു കാറ്റഗറിനെയാണ് നമ്മൾ കോമൺ നൗൺ എന്ന് പറയുന്നത്, ജാതിവാചക സംഖ്യ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ മക്കളെ? നെക്സ്റ്റ്, ജാതിവാചക സംഖ്യക്ക് തന്നെ 2 ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാണ്? 2 ടൈപ്സ് ഓഫ് കോമൺ നൗൺ ഏതൊക്കെയാണ്? ദ്രവ്യവാചക സംഖ്യ അഥവാ മാസ് നൗൺ, സമൂഹവാചക സംഖ്യ അഥവാ കളക്റ്റീവ് നൗൺ. ഓക്കെ, ദ്രവ്യവാചക സംഖ്യയിൽ പെടുന്നതാണ് ഗോഹു, ചാവൽ, ഘീ, സോന, ചാതി ആദി. ഓക്കെ, അതായത് നമ്മൾ ഭക്ഷണ പദാർത്ഥങ്ങളില്ലേ, തീറ്റ, ഭക്ഷണ പദാർത്ഥങ്ങളെയാണ് നമ്മൾ ദ്രവ്യവാചക സംഖ്യ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, സമൂഹവാചക സംഖ്യ അഥവാ കളക്റ്റീവ് നൗൺ എന്ന് വെച്ചാൽ എന്താണ്? നമ്മളിപ്പോ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസിനെ എടുക്കാൻ. ഓക്കെ, ടീച്ചേഴ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ പോലീസുകാരന്മാര്, പട്ടാളക്കാര്, ഇവരൊക്കെ എന്താണ്? ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ് ആണ്, ഒരു ടീമാണ്. അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ ഫാമിലി എന്താണ്? ഒരു കളക്റ്റീവ് നൗൺ എക്സാമ്പിൾ ആണ്, ഒരു സമൂഹവാചക സംഖ്യ എക്സാമ്പിൾ ആണ്. പറയാൻ കാരണം എന്താണ് മക്കളെ? നമ്മുടെ വീട്ടിൽ നമ്മൾ മാത്രമാണോ ഉള്ളൂ? അല്ല, നമ്മുടെ അച്ഛനുണ്ട്, അമ്മയുണ്ട്, നമ്മളുണ്ട്, ചിലപ്പോൾ ചേട്ടൻ, അനിയൻ, അതുപോലെ മുത്തശ്ശൻ, മുത്തശ്ശി എല്ലാവരും ഉണ്ട്. ഇവരൊക്കെ കൂടുമ്പോ എന്തായി? ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആയി അല്ലെ. ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആയി. അതിനെയാണ് നമ്മൾ കളക്റ്റീവ് നൗൺ എന്ന് പറയാം. അപ്പോൾ കളക്റ്റീവ് നൗണിന് ഒരു എക്സാമ്പിൾ ചോദിച്ചാൽ ബെസ്റ്റ് എക്സാമ്പിൾ ആണ്, ഏറ്റവും കൂടുതൽ ഓർമ്മയിൽ നിൽക്കുന്ന എക്സാമ്പിൾ ആണ് പരിവാർ എന്നുള്ളത്, കുടുംബം. ഓക്കെ, ആൻഡ് വേറെ ഏതൊക്കെയാണ്? സേന, പോലീസ്, ലഡ്കിയോം കി ടോലി. ടോലി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് മക്കളെ? ഗ്രൂപ്പ്, കൂട്ടം. ഓക്കെ, ഇതൊക്കെ ഏതിന് എക്സാമ്പിൾ ആണ്? സമൂഹവാചക സംഖ്യക്ക് എക്സാമ്പിൾ ആണ്. നെക്സ്റ്റ്, ഭാവവാചക അല്ലെ, abstract noun. abstract noun എന്ന് വെച്ച് കഴിഞ്ഞാൽ जिन संज्ञा शब्दों से पदार्थों की अवस्था, गुण, दोष, धर्म, दशा आदि का बोध हो वह भाववाचक संज्ञा कहलाता है. ഏതാണ്? ഏത് സംഖ്യയാണോ പദാർത്ഥോം की അവസ്ഥ, ഗുണ, അതൊക്കെ പദാർത്ഥോം की അവസ്ഥ, ഗുണ, ദോഷ, ധർമ്മ, ദശ
ഇതൊക്കെ നമ്മൾ നോക്കിയിട്ട് പറയുന്നതാണ് ഭാവവാചക സംഖ്യ എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഏതൊക്കെയാണ്? ബുഢാപ്പ, മിഠാസ്, ക്രോധ്, യൗവൻ, ദുഃഖ് ആദി. എന്താണ്? ദേഷ്യം വരിക, സങ്കടം വരിക, ഇതൊക്കെ എന്താണ്? നമ്മുടെ ഓരോ ഉള്ളിലെ ഭാവങ്ങളാണ് അല്ലെ. അപ്പോ ആ ഭാവങ്ങളെല്ലാം നമ്മൾ എന്ത് പറയും? ഭാവവാചക സംഖ്യ എന്ന് നമ്മൾക്ക് പറയാനായിട്ട് സാധിക്കും. ഓക്കെ അല്ലേ മക്കളെ? ഇത്രയും ഓക്കെ അല്ലേ? നൗൺ ഓക്കെ അല്ലേ? നെക്സ്റ്റ് സർവനാമാണ്. സർവനാം എന്താണ്? പ്രൊനൗൺ ആണ്. ഇപ്പൊ നമ്മൾ പഠിച്ച നൗൺ ആണ്. നെക്സ്റ്റ് പ്രൊനൗൺ നമുക്ക് നോക്കാം. നിങ്ങൾ ഒരുപാട് കാട് കയറി എന്താ പറയാ, ഒരുപാടൊന്നും നിങ്ങൾ പഠിച്ചു കൂട്ടണ്ട. എക്സാമിന് എന്ത് വരുമോ അത് പഠിച്ചാൽ മതി. സംഖ്യ के स्थान पर आने वाले शब्दों को सर्वनाम कहते हैं. സംഖ്യയുടെ കൂടെ നമ്മൾ ചേർക്കുന്ന എന്താ? ഉസേ, അതുപോലെ കോ, അതൊക്കെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സംഖ്യയുടെ കൂടെ ചേർക്കുന്നതിനെയാണ് നമ്മൾ സർവനാം എന്ന് പറയുന്നത്. സർവനാം എന്ന് പറയുന്ന ഏതൊക്കെയാണ് മക്കളെ? മേം, ഹം, തു, തും, അതുപോലെ ആപ്, വഹ്, വേ, യഹ്, യേ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? മേം ഞാൻ, ഹം നിങ്ങൾ, തു നീ, തും നിങ്ങൾ, ആപ് താങ്കൾ, അങ്ങനെയൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ്സിനെയാണ് സർവനാം എന്ന് പറയാം. വിഭക്തി അഥവാ പ്രപ്പോസിഷൻ എന്ന് പറയുന്നത് മിസ് ഈ അണ്ടർലൈൻ ചെയ്തല്ലേ, അത്രയും പ്രപ്പോസിഷൻ ആണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ചോദിക്കുക. അത്രയും നിങ്ങൾക്ക് ചോദിക്കുള്ളൂ. കാ, കേ, കി, കോ, അത്രയും നിങ്ങൾ പഠിക്കുക. ഓക്കെ, അത്രയും നിങ്ങൾ പഠിച്ചു വെക്കുക. മേം, സേ, പർ, നേ, കേലിയെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് സർവനാം ഓർ പരസർഗ്. ഈ പരസർഗ് എന്ന് വെച്ച് കഴിഞ്ഞാലും വിഭക്തി എന്ന് വെച്ച് കഴിഞ്ഞാലും എല്ലാം, പ്രത്യയം എന്ന് വെച്ച് കഴിഞ്ഞാലും ഒക്കെ എന്താണ്? സെയിം ആണ് മക്കളെ. ഓക്കെ, സെയിം ആണ്. അപ്പൊ നമുക്ക് കുറച്ച് എളുപ്പ വഴി നമുക്ക് നോക്കാം. സർവനാം കണ്ടുപിടിക്കാനായിട്ട് കുറച്ച് ട്രിക്കുകൾ, ടിപ്സുകൾ നമുക്ക് നോക്കാം. എന്നിട്ട് എന്താണ്? നമുക്ക് വിശേഷം കൂടി പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നു അല്ലേ? അത്രയാണ് നമുക്ക് പഠിക്കാനുള്ള മെയിൻ ഗ്രാമർ പോർഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, നമുക്ക് വേഗം നോക്കാം. ഉസ്സേ, ഇസ്സേ, ഇസ്ക, ഇസ്തക്, ഇത്രയും എന്താണ്? മിസ് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്തെ സർവനാം നിങ്ങളോട് കണ്ടുപിടിക്കാൻ പറയും. ഇതെങ്ങനെ ക്വസ്റ്റ്യൻ വരും എന്ന് മിസ് ആഡ് ചെയ്തിട്ടുണ്ട്, അത് മിസ് പറഞ്ഞുതരാം. ഉസ്സേ, ഇസ്സേ, ഉസ്ക, ഇസ്തക്, ഇതില് എങ്ങനെ ഇതിലുള്ള സർവനാം നിങ്ങളോട് ഇൻമേം നിഹിത് സർവനാം ലിഖിയേ എന്നാണ് ക്വസ്റ്റ്യൻ വരിക. അപ്പൊ എങ്ങനെയാണ് എന്റെ മക്കള് സർവനാം കണ്ടുപിടിക്കുക? ഒരു എളുപ്പ വഴിയുണ്ട്, ട്രിക്ക് ഉണ്ട്. ട്രിക്കുകളും ടിപ്സുകളും ആണല്ലോ അല്ലെങ്കിലും നിങ്ങളുടെ വീക്ക്നെസ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഇവിടെ മിസ് ഇതാ ഒരു ബോക്സ് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് അല്ലെ. ഈ ബോക്സ് ആണ് നമ്മുടെ ട്രിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇവിടെ നിങ്ങൾ നോക്കാം, ഉ എന്നതിന്റെ ഓപ്പോസിറ്റ് എന്താണ്? ഇതാട്ടോ നിങ്ങൾ പഠിക്കേണ്ടത്. ഇതാണ് സർവനാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മറ്റേത് വിഭക്തിയാണ്. ഓക്കെ, അപ്പോ എന്താണ്? ഉ എന്നതിന്റെ ഓപ്പോസിറ്റ് വായാണ് അല്ലെ. അതിനു മുന്നേ മിസ് ഇവിടെ എഴുതാം ഉസ്സേ. ഉ എന്നതിന്റെ ഓപ്പോസിറ്റ് വായാണ്. സാ എന്നതിന്റെ ഓപ്പോസിറ്റ് ഹായാണ് അല്ലെ. വഹു പ്ലസ് സേ എന്ന് നമ്മൾ എഴുതി. നെക്സ്റ്റ് ഇസ്സേന്റെ മക്കൾ തന്നെ അവിടെ നിന്ന് പറഞ്ഞോ എന്താണ്? ഈ എന്നതിന്റെ ഓപ്പോസിറ്റ് യായാണ്. അടുത്തത് എന്താണ്? സാ എന്നതിന്റെ ഓപ്പോസിറ്റ് ഹായാണ്. യഹ് പ്ലസ് സേ എന്ന് എഴുതി. സേ എവിടെ നിന്നാണ്? ഇവിടെ നിന്നാണ് വന്നേ. ഉസ്ക. ഉ എന്നതിന്റെ ഓപ്പോസിറ്റ് എന്താണ് മക്കളെ? വായാണ്. സായുടെ ഓപ്പോസിറ്റ് ഹ. വഹ് പ്ലസ് ക. അടുത്തത് ഇസ്തക്. ഈ എന്നതിന്റെ ഓപ്പോസിറ്റ് യായാണ്. സാ എന്നതിന്റെ ഓപ്പോസിറ്റ് ഹായാണ്. പ്ലസ് തക്. ഇവിടെ ഒരു ചെറിയ മിസ്റ്റേക്ക് ആണ് മക്കളെ. തക്. എന്താ? ഓക്കെ അല്ലേ മക്കളെ? കിട്ടിയില്ലേ? ഓക്കെ, പെർഫെക്റ്റ് അല്ലേ? സിമ്പിൾ അല്ലേ സർവനാം? ഇത്ര സിമ്പിൾ ആയിരുന്നു മിസ് ഇത്. അങ്ങനെയാണ് ഞങ്ങൾ നേരത്തെ പഠിച്ചേനെ എന്ന് വിചാരിക്കുന്ന കുറെ മക്കൾ ഉണ്ടാവില്ലേ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നവര്. അപ്പൊ എന്താണ്? ഇത്രയേ ഉള്ളൂ. ഇത്ര സിമ്പിൾ ആണ് ഹിന്ദി പഠിക്കാനായിട്ട്. നിങ്ങൾ വെറുതെ ഇങ്ങനെ ആലോചിച്ച് കൂട്ടി ഭയങ്കര ഭീകര സ്വഭാവവും ഭീകരമൊക്കെ ഒന്നും ഈ ഹിന്ദിക്കും ഹിന്ദി ടീച്ചർക്കും തരണ്ട. ഓക്കെ, നിങ്ങൾ ഭയങ്കര സ്വീറ്റ് ആയിട്ട് ഭയങ്കര സിമ്പിൾ ആയിട്ട് എന്താ പറയാ, ജാവ സിമ്പിൾ ആണ്, പവർഫുൾ ആണ്, അതുപോലെ ഹിന്ദി സിമ്പിൾ ആണ്, പവർഫുൾ ആണ്. അപ്പൊ അതുപോലെ ഒന്ന് ആഞ്ഞു പിടിച്ചാൽ സെറ്റ് ആയിക്കോളും. ഇത് കിട്ടിയില്ലേ? യാ ഉവ്വ സാഹ. ഇത് നമ്മൾ എവിടെയാണ് മക്കളെ ഉപയോഗിക്കുക? നമ്മൾ സ്കൂളിലൊക്കെ നമ്മളെ വിജയ ആഘോഷം മുഴക്കാൻ നേരത്ത്
എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് പണ്ടൊക്കെ. ഇപ്പോഴത്തെ ജനറേഷൻ അതൊക്കെ പറഞ്ഞാൽ മനസ്സിലാവോ ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് മിസ്സിന് അറിയില്ല. ഞങ്ങളൊക്കെ പണ്ട് കലോത്സവത്തിനൊക്കെ സമ്മാനം മേടിച്ച് വരുമ്പോ ഭയങ്കര ഉത്സാഹിച്ച് അത് വിളിക്കാറ്. അതുപോലെ നമ്മുടെ സ്കൂളിന്റെ പേരൊക്കെ എന്താ പറയാ, കിരീടവും അതുപോലെ ട്രോഫിയൊക്കെ പൊക്കി പിടിച്ച് പറയാൻ ഭയങ്കര അഭിമാനമായിരുന്നു. ഭയങ്കര പ്രൗഡ് മൊമെന്റ് ആയിരുന്നു അതൊക്കെ. അപ്പൊ ആ സമയത്തൊക്കെ പറയുന്ന ഒരു കോഡാണ്. അപ്പൊ സഹ എന്ന് നിങ്ങൾ മനസ്സിൽ അങ്ങ് പ്രതിഷ്ഠിച്ചിട്ടേക്കാം. ഓക്കെ, എന്തായാലും എക്സാമിന് വരും. നെക്സ്റ്റ് ഏതാണ് മക്കളെ? ഉൻകി, ഇൻപർ, ഉൻഹോനെ, ഇൻഹോനെ. ഇതിനകത്ത് ഇവിടെ മിസ് ഒരു കാര്യം കൊടുത്തിട്ടുണ്ട്. ദാ ഇങ്ങനെ ഒരു കാര്യം കൊടുത്തിട്ടുണ്ട് അല്ലേ? ദാ എന്താണ്? ദാ ഇങ്ങനെ ഒരു കാര്യം കൊടുത്തിട്ടുണ്ട്. എന്താണ് അതുകൊണ്ട് അർത്ഥാക്കുന്നത്? ഉൻകി, ഉൻകി എന്നെടുത്ത് നാ വന്നു അല്ലെ? നാ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചേർക്കണം? ഏ എന്ന ചിഹ്നം ചേർക്കണം. നാ വന്നു കഴിഞ്ഞാൽ ഏ എന്ന ചിഹ്നം ചേർക്കണം. നിങ്ങൾ വേറൊന്നും വിചാരിക്കണ്ട. നാ വന്നാലോ നായുടെ പകുതി ആയാലോ, നായോ നായുടെ പകുതിയോ വന്നാലും അതിന് തന്നെ നിൽക്കാൻ ഇച്ചിരി വിഷമം. ഓക്കെ, ഇവിടെ നമ്മുടെ സഹ ഉപയോഗിക്കണം കേട്ടോ. പക്ഷെ എന്താ, അതിനൊരു സപ്പോർട്ട് വേണം. തന്നെ നിൽക്കാനായിട്ട് ലേശം വിഷമം. അപ്പൊ നമ്മുടെ മേലൊരു കൊടക്കാല് വരച്ചു കൊടുത്തു. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇവിടെ ആഡ് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പൊ എന്താണ്? ഒരു കൊടക്കാല് ആഡ് ചെയ്തു. അപ്പോ എന്താണ് പറയേണ്ടത്? ഉൻകി എന്നതില് നാ എന്നതിന്റെ നാ എന്നത് അവിടെ വന്നതുകൊണ്ട് നമ്മൾ എ എന്ന ചിഹ്നം ആഡ് ചെയ്തു. അപ്പൊ അതവിടെ മിസ് എഴുതാം ഉൻകി അല്ലേ? വേ പ്ലസ് കി. ഇതെങ്ങനെയാ വാ വന്നത് മക്കളെ? ഇവിടെ സഹ അല്ലെ? ഉ എന്നതിന്റെ ഓപ്പോസിറ്റ് വായാണ്. അതുകൊണ്ട് എന്ത് വന്നു മക്കളെ? വേ എന്ന് നമ്മൾ ചേർത്തു. നെക്സ്റ്റ് ഇൻപർ, സഹ ല്ലേ? ഇൻപർ എന്നതില് എന്ത് വന്നു? ഇൻപർ എന്നതില് വന്നു, എ ചേർത്തു, പ്ലസ് പർ എന്ന് എഴുതി. എല്ലാം അതുപോലെ ഉൻഹോനെ മിസ് കാണിച്ചു തരാം. ഉൻഹോനെ എന്നതിൽ എന്താ വന്നത്? ഇവിടെ നായുടെ പകുതി ഉള്ളൂ, അപ്പോഴും മാറ്റമില്ല. ഉ എന്നതിന്റെ ഓപ്പോസിറ്റ് വായാണ്. നമ്മൾ ഒരു കൊടക്കാൽ വരച്ചു, പ്ലസ് നേ എന്ന് എഴുതി. ഇൻഹോനെ സെയിം മോഡൽ തന്നെ. എളുപ്പല്ലേ മക്കളെ? കത്തിയിലോ? ഇതും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വിശേഷം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ എൻഡിങ് കഴിഞ്ഞു അല്ലെ? മുച്ചേ തുമേം തുച്ഛേ ഹമേം. ഓക്കെ, മുച്ചേ തുമേം തുച്ഛേ ഹമേം, ഇസേ ഉസേ ഇനേ ഉനെ. ഇത്രയും കൂടെ നമുക്ക് സെറ്റ് ആയിട്ട് പഠിക്കണം. ഓക്കെ, മുച്ചേ എന്ന് വെച്ചാ മാ എന്ന് എവിടെ കണ്ടാലും നിങ്ങൾ വിചാരിക്കുക മേ മാത്രമേ അവിടെ സർവനാമായിട്ട് വരുള്ളൂ. മാ എന്ന് അവിടെ ഉണ്ടെങ്കിൽ, ചോദ്യത്തിൽ മാ ഉണ്ടെങ്കിൽ ഉത്തരത്തിൽ മേ മാത്രമാണ് സർവനാമായിട്ട് വരുള്ളൂ. ഓക്കെ, പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഈ 8 എണ്ണത്തിന്റെ പരസർഗും സെയിം ആണ്. ഓക്കെ, 8 എണ്ണത്തിന്റെ പരസർഗും സെയിം ആണ്. കോ മാത്രമാണ് വരുള്ളൂ. മുച്ചേ തുമേ തുച്ഛേ ഹമേ, ഇസേ ഉസേ ഇനേ ഉനെ. ഈ 8 എണ്ണത്തിലും പരസർഗ കോ മാത്രമാണ് മക്കളെ വരുള്ളൂ. ഓക്കെ, മുച്ചേ എന്നതിൽ മാ വന്നാൽ മേമാണ് സർവനാം. ഓക്കെ, മേം പ്ലസ് കോ. തുമേം എന്നതില് തു വന്നു കഴിഞ്ഞാൽ, അതുപോലെ തും എന്ന ചോദ്യത്തിലുണ്ട്, തു എന്നതിന്റെ പകുതിയോ അല്ലെങ്കിൽ തും കംപ്ലീറ്റ് ആയിട്ടോ ചോദ്യത്തിൽ ഉണ്ടെങ്കിൽ തും തന്നെയാണ് മക്കളെ അവിടെ സർവനാം. വേറൊന്നുമില്ല. ചോദ്യത്തിൽ തുമ്മിയ ഉത്തരത്തിലും കൂടെ തുമ്മിക്കൊള്ളണം. ഓക്കെ, ചോദ്യത്തിൽ തുമ്മുണ്ടെങ്കിൽ ഉത്തരത്തിലും തുമ്മു വേണം. ഓക്കെ, ഇപ്പൊ തുംഹേം എന്നതിന്റെ സർവനാം തുമ്മാണ്, തും പ്ലസ് കു. തുച്ഛേ, ചോദ്യത്തിൽ തുമ്മില്ലെങ്കിൽ വെറുതെ തുമ്മി കഷ്ടപ്പെടേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഒരു തൂ അങ്ങ് വെച്ചു കൊടുത്താൽ മതി. എന്തിനാ അപ്പൊ തുമ്മുന്നേ? ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യല്ലേ? ചോദ്യത്തിൽ തൂ മാത്രമേ ഉള്ളൂ, ഈ ഉത്തരത്തിലും തൂ മാത്രം മതി, തുമ്മണ്ട ആവശ്യമില്ല. അപ്പോ തുച്ഛേ എന്നതില് തൂ പ്ലസ് കോയാണ് നമ്മുടെ സർവനാം വരും. ഓക്കെ, കോ എന്നത് പരസർഗാണ്. ഹമേം എന്നതില് ഹം ആണ് സർവനാം. ഇതൊക്കെ നിങ്ങൾ സർവനാമിൽ ഉണ്ട് കേട്ടോ. എന്താ? മേം, തും, തു, ഹം, ഇതൊക്കെ സർവനാമാണ്. ഇത് ഓൾറെഡി ചോദ്യത്തിൽ ഉള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ എളുപ്പവഴിക്ക് പറഞ്ഞു തന്നത്. എന്താണ്? ഹം എന്നത് ഞങ്ങൾ എന്ന സർവനാമാണ്. അത് ചോദ്യത്തിലുണ്ട്, ഹം പ്ലസ് കോ. അപ്പൊ മാ വന്നാൽ മേമാണ് സർവനാം. തും ചോദ്യത്തിലുണ്ടെങ്കിൽ ഉത്തരത്തിലും അങ്ങ് തുമ്മിക്കൊടുത്തോളാം. തു എന്നാ ഉള്ളൂങ്കിൽ വെറുതെ തുമ്മാൻ പോണ്ട, തു എന്ന് തന്നെയാണ് സർവനാം വരിക. ഹം എന്നുണ്ടെങ്കിൽ ഹം എന്ന് തന്നെയാണ് സർവനാം വരുന്നത്.
അതുപോലെ ഇസേ ഉസേ ഇനേ ഉനേം അവിടെ ഒന്നും ശ്രദ്ധിക്കാനില്ല. നമ്മുടെ ഈ ഔവ സഹ വെച്ച് തന്നെ എഴുതേണ്ടതാണ്. ഈ എന്നതിന്റെ ഓപ്പോസിറ്റ് യായാണ്, സ എന്നതിന്റെ ഓപ്പോസിറ്റ് ഹായാണ്, യഹ്. ഉ എന്നതിന്റെ ഓപ്പോസിറ്റ് വായാണ്, സ എന്നതിന്റെ ഓപ്പോസിറ്റ് ഹായാണ്, അതുപോലെ വഹ്. ഈ എന്നതിന്റെ ഓപ്പോസിറ്റ് യായാണ്, ഇവിടെ നാ വന്നതുകൊണ്ട് കൊടക്കാൽ ചേർത്തു യേ. ഉ എന്നതിന്റെ ഓപ്പോസിറ്റ് വായാണ്, ഇവിടെ നായുടെ പകുതി വന്നുകൊണ്ട് കൊടക്കാൽ ചേർത്ത് ഒരു സപ്പോർട്ട് കൊടുത്തു വേ. ഇതിന്റെ എല്ലാം പരസർഗം എന്താന്നാ പറഞ്ഞ മിസ്? കോയാണെന്നാണ് പറഞ്ഞത്. ഓക്കെ അല്ലേ മക്കളെ? സെറ്റ്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഇതെങ്ങനെ ക്വസ്റ്റ്യനിൽ വരുന്നു എന്നാണ്. സഹി വികൽപ ചുൻക ലിഖേ എന്നാണ് ക്വസ്റ്റ്യൻ. വേ പ്ലസ് നേ, യഹ് പ്ലസ് നേ, അതുപോലെ യേ പ്ലസ് നേ, വഹ് പ്ലസ് നേ എന്ന് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ തന്നെ ഇതിന്റെ ഉത്തരം കണ്ടുപിടിക്കുക. കാരണം എന്താണ്, നമ്മളിപ്പോ ട്രിക്ക് ഒക്കെ വെച്ച് പഠിച്ചിട്ടേ ഉള്ളൂ. എന്റെ മക്കൾ തന്നെ സെറ്റ് ആയിട്ട് ഇത് കണ്ടുപിടിക്കുക. ഇതും അതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഉസ്കേ മേം നിഹിത് സർവനാം ഹേ. അല്ലേ? ഉ എന്നതിന്റെ ഓപ്പോസിറ്റ് എന്താണ്? വായാണ്. നാ എന്നതിന്റെ നാ വന്നു കഴിഞ്ഞാൽ എന്ത് ചേർക്കണം എന്ന് പറഞ്ഞേ? ഒരു കൊടക്കാൽ ചേർക്കണം. ഇപ്പൊ എന്താണ്? വേ ആണ് സർവനാമായിട്ട് വരിക. എന്റെ മക്കൾ തന്നെ കണ്ടുപിടിച്ചോളാം കേട്ടോ. ഇതാ നെക്സ്റ്റ് ലാസ്റ്റ് ഗ്രാമർ പോർഷൻ ആണ്. ഇന്നത്തെ ക്ലാസിന്റെ നമ്മുടെ ലാസ്റ്റ് വീരനാണ് വിശേഷൻ. അല്ലെ? വിശേഷൻ എന്താണ്? വിശേഷിപ്പിക്കുക. മിസ് പറഞ്ഞപ്പോ തന്നെ ഇതിനകത്തൊരു വിശേഷണം ഇല്ലേ? എന്റെ സുന്ദരമായ മക്കളെ, ഇങ്ങനെ സുന്ദരനായ മക്കളെ, സുന്ദരിയായ മക്കളെ എന്നൊക്കെ വിളിക്കില്ലേ? ഇതൊക്കെ ഒരു വിശേഷനാണ്. എന്റെ മക്കളെ എന്ന് വിളിച്ചാ പോരെ, എന്തിനാ അവിടെ സുന്ദരൻ സുന്ദരിയും ചേർക്കുക? അതൊരു വിശേഷനാണ് അല്ലെ? വിശേഷണം കൊടുക്കണയാണ് നിങ്ങൾക്ക്. संज्ञा या सर्वनाम की विशेषता प्रकट करने वाले शब्द विशेषण कहलाता है. സംജ്ഞയോ സർവനാമിനോ ഒരു വിശേഷണം കൊടുത്തുകൊണ്ട് പറയുന്നതിനെ നമ്മൾ വിശേഷൺ ശബ്ദ എന്ന് നമ്മൾ പറയും. ഓക്കെ, എക്സാമ്പിൾ, वह मोर सुंदर है, यह आम मीठा है. इनमें सुंदर और मीठा क्या है बच्चों? विशेषण शब्द है. വഹ ആ മോർ സുന്ദർ ഹേ. മോർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് മക്കളെ? പീക്കോക്ക് ആണ് അല്ലെ? ആ മയിലിനെ കാണാൻ എന്ത് ഭംഗിയാ, ആ പീക്കോക്ക് എന്ത് സുന്ദരിയാ എന്നല്ലേ പറയുന്നേ. അപ്പോ വഹ് മോർ ബഹുത്ത് സുന്ദർ ഹേ. അവിടെ സുന്ദർ എന്നുള്ളതാണ് എന്ത്? വിശേഷണ ശബ്ദമായിട്ട് വരുന്നത്. യഹ് ആം മീഠാ ഹേ. ആ മാങ്ങയ്ക്ക് എന്ത് മധുര അല്ലെ? അപ്പൊ അവിടെ എന്താണ്? മീഠ എന്നുള്ളതാണ് വിശേഷണ ശബ്ദമായിട്ട് വരുന്നത്. ഓക്കെ, യഹ് ആം മീഠാ ഹേ. അവിടെ മീഠാ എന്നുള്ളതാണ് വിശേഷണ ശബ്ദമായിട്ട് വരുന്നത്. ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം വിശേഷണ ശബ്ദത്തിന്. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ചുസ്ത് ഗസലോ മേ വിശേഷണ ശബ്ദ കോൺസാ ഹേ? ചുസ്ത്. ഓക്കെ, ചുസ്താണ് വിശേഷണ ശബ്ദമായിട്ട് വരുന്നത്. എല്ലായ്പ്പോഴും അത് മാത്രമാണ് വരുള്ളൂ എന്ന് നിങ്ങൾക്ക് പറയാനൊന്നും പറ്റില്ല. എല്ലായ്പ്പോഴും അത് മാത്രമാണ് വരുള്ളൂ എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ എന്താണ്? ചുസ്ത് ഗസലോം സേ വിശേഷൺ ശബ്ദ കോൺസാ ഹേ? ഉത്തർ എന്തൊക്കെയാണ്? നീലി സ്യാഹി അല്ലെ? നീലി എന്നുള്ളതാണ് അവിടെ വിശേഷ ശബ്ദം. ദുരൂഹ ചക്രവ്യൂഹ, ദുരൂഹമായ ചക്രവ്യൂഹം. നിങ്ങൾ അതിന്റെ മലയാളം മീനിങ് നിങ്ങൾ സ്വന്തമായിട്ട് പറഞ്ഞു നോക്കുക, അപ്പോഴാണ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. ദുരൂഹ ചക്രവ്യൂഹ, ദുരൂഹമായിട്ടുള്ള ചക്രവ്യൂഹം. കാനി കുത്തിയ, എന്താ? ഒറ്റ കണ്ണുള്ള പട്ടി. കാനി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ കണ്ണുള്ള പട്ടി. അതുപോലെ എന്താണ്? സാമാന്യ സി ചീസ്, വിദ്രോഹി ദിൽ, അസൽ ന. ഇവിടെയൊക്കെ ആദ്യത്തെ വേർഡാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ആദ്യത്തെ വേർഡ് മാത്രമേ വരുള്ളൂ എന്ന് തെറ്റിദ്ധരിക്കരുത്. അതിൻ്റെ നടുക്കുള്ള വേർഡും ഏറ്റവും ലാസ്റ്റത്തെ വേർഡൊക്കെ വിശേഷണ ശബ്ദമായിട്ട് നിങ്ങൾക്ക് വരാം. അപ്പോൾ അത് മാത്രം നിങ്ങൾ ആലോചിച്ചിരിക്കരുത്. കറക്റ്റ് അർത്ഥം പറഞ്ഞു നോക്കുക. എന്നിട്ട് സംജ്ഞേനെയോ സർവനാമിനെയോ വിശേഷിപ്പിക്കുന്ന പദം ഏതാണ് വരുന്നത് എന്ന് നിങ്ങൾ നോക്കുക. എന്നിട്ട് അത് നിങ്ങൾ ചൂസ് ചെയ്യുക. വിശേഷണ ശബ്ദത്തിന്റെ ഉത്തരമായിട്ട് അത് എഴുതാം. ഓക്കെ അല്ലേ മക്കളെ? മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ഓക്കെ അല്ലേ? പക്കയാണെന്ന് വിചാരിക്കുന്നു. അപ്പോ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാനായി. അപ്പൊ നമുക്ക് നോക്കിയാലോ എന്തൊക്കെയാണ് നമ്മൾ ഇന്ന് മൊത്തത്തിൽ ഒന്ന് ഡിസ്കസ് ചെയ്തതെന്ന് കൂടെ മിസ് പറയാം. ഓക്കെ, നമ്മള് ഏതൊക്കെയാന്ന് ഡിസ്കസ് ചെയ്തേ? നമ്മൾ ഷുവർ ഡിസ്കോഴ്സസ് പറഞ്ഞു. പോസ്റ്റർ 2 ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. ഏതൊക്കെയാണ്? സന്ദേശാത്മക പോസ്റ്ററും സങ്കോഷ്ടി ചലാനി വാലി പോസ്റ്ററും. അതുപോലെ ലെറ്ററിന്റെ ഫോർമാറ്റ്, ഡയറിയുടെ ഫോർമാറ്റ് പറഞ്ഞു.
ലെറ്ററിന്റെ ഫോർമാറ്റ് പറഞ്ഞു. ഓക്കെ, മിസ് ഇങ്ങനെ കാണിച്ചിട്ടുണ്ടല്ലോ. ലെറ്ററിന്റെ ഫോർമാറ്റ് പറഞ്ഞു, ഡയറിയുടെ ഫോർമാറ്റ് പറഞ്ഞു, അതുപോലെ തന്നെ പട്കഥയുടെ ഫോർമാറ്റ് ഡിസ്കസ് ചെയ്തു, അതുപോലെ തന്നെ വേർഡ് പിരമിഡ്, വാക്യ പിരമിഡ് ഡിസ്കസ് ചെയ്തു, വാർത്താലാപം എങ്ങനെ എഴുതാം എന്ന് പറഞ്ഞു. അതുപോലെ ഷുവർ ഡിസ്കോഴ്സ് ആയിട്ട് വരുന്ന 4 മാർക്ക് ക്വസ്റ്റ്യന്റെ ഫോർമാറ്റ്സ് കംപ്ലീറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് മക്കളെ. എന്റെ മക്കളിന് ഒന്നുകൊണ്ട് പേടിക്കേണ്ട, സുഖമായിട്ട് എക്സാം എഴുതാനായിട്ട് പോവാല്ലേ. യാതൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക്. പിന്നെ നമ്മൾ ഷുവർ ആയിട്ട് വരുന്ന ഗ്രാമർ പോർഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു, നൗൺ ഡിസ്കസ് ചെയ്തു, പ്രൊനൗൺ ഡിസ്കസ് ചെയ്തു, അതുപോലെ സംഖ്യ പറഞ്ഞു, സർവനാം പറഞ്ഞു, വിഭക്തി പറഞ്ഞു, പ്രത്യയ പറഞ്ഞു, വിശേഷണ ശബ്ദം പറഞ്ഞു, അതുപോലെ വാക്യ പിരമിഡ് കാര്യങ്ങളൊക്കെ നമ്മൾ ഗ്രാമർ പോർഷനിലും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ അല്ലേ? നമുക്ക് ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്താലോ? എല്ലാ പോർഷൻസും നമ്മൾ എക്സാമിന് വരുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഒന്നുകൊണ്ടും പേടിക്കാണ്ട് സുഖമായിട്ട് ഇനിയിപ്പോ എക്സാമിന് പോവാല്ലേ. ഓക്കെ, നമുക്ക് ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. ഓക്കെ.